ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇസ് വെരി സ്പെഷ്യൽ. വെരി സ്പെഷ്യൽ എന്ന് ഞാൻ പറയാൻ കാരണം എത്ര പേർക്ക് നമ്മളിന്ന് സംസാരിക്കുമ്പോൾ ഐഡിയ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. But still we are gonna do it. ഒന്നോ രണ്ടോ ആൾക്കാർക്ക് ഞങ്ങൾ പറയുന്നതൊക്കെ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും. അതും ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറയാം, ഞങ്ങൾ പറയുന്നതെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അത് മാത്രമല്ല, ഞങ്ങൾ ഭയങ്കര ഡീപ്പായിട്ട് കൊണ്ടുവന്നില്ല. ചില സ്റ്റോറീസ് ഞങ്ങൾ ടച്ച് ചെയ്ത് പോവുകയാണ്. നിങ്ങൾ കമൻസിലോ കാര്യങ്ങളിലോ ഒക്കെ നമുക്കിത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ വിൽ കണ്ടിന്യൂ ഡൂയിങ് ഡീപ്പ് സ്റ്റഫ്. എന്തോ തുടക്കത്തിൽ നിന്ന് പറയാം. ബേസിക്കലി ദ തിങ് ഇസ്, കുറേ ഒരു ഗ്രീക്ക് മിത്തോളജി, എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ട്. സോ വാട്ട് ഈസ് എപ്പിക് ഓഫ് ഗിൽഗമേഷ്? എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ലെസർ നോൺ സ്റ്റോറിയാണ്. ഗിൽഗമേഷ് എന്ന് പറയുന്ന ഒരു ഡെമിഗോഡിന്റെ കഥയാണ്. ഡെമിഗോഡ് എന്ന് പറഞ്ഞാൽ പകുതി മനുഷ്യൻ പകുതി ദൈവം, അതാണ് ഡെമിഗോഡ്. നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരാളാണ്. I know you've been reading about him. What do you know about him? What do I know about him? First thing is, Google പറഞ്ഞു തന്ന സംഭവങ്ങൾ വെച്ചാൽ എപ്പിക് ഓഫ് ഗിൽഗമേഷ് ആണ് ഓൾഡസ്റ്റ് എപ്പിക് നോൺ ടു മാൻകൈൻഡ്. The oldest epic. ഓൾഡസ്റ്റ് എപ്പിക് നോൺ ടു മാൻകൈൻഡ് എപ്പിക് ഓഫ് ഗിൽഗമേഷ്. മനുഷ്യന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം ചേർന്ന ഇതിഹാസം. എപ്പിക് ഓഫ് ഗിൽഗമേഷിനകത്ത് ഹീസ് എ ഡെമി ഗോഡ്. അതൊരു ഞങ്ങൾ പറയുന്ന ഒരു കഥയായിട്ട് എടുത്താൽ മതി. പക്ഷെ ആ കഥയ്ക്കുള്ളിൽ ചൂഴിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് അപ് ടു യു. അതെ, അത് യു ഹാവ് ടു ഫോർസീ. ഒരു ഡെമിഗോഡ്. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളി നോർമൽ പാരന്റ്സിന്റെ ഒക്കെ ഒന്നും തന്നെ ജനിച്ചല്ലേ. പുള്ളി ഡെമിഗോഡാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനർത്ഥം ലീനിയേജില് അച്ഛന്റെ ഭാഗത്തോ അമ്മയുടെ ഭാഗത്തോ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ നടന്നിട്ടുണ്ട്, ഒരു ദൈവഗണം ഉണ്ട്. ആരാണ് ഈ ദൈവം നമ്മൾ പറഞ്ഞു വരാൻ പോകുന്നുണ്ട്. വി വിൽ കം ടു ദാറ്റ്. പക്ഷെ ഇങ്ങനെ ഡെമിഗോഡ്, ഹി ഈസ് വെരി സ്ട്രോങ്, ഹി ഈസ് വെരി ബ്രേവ്. പുള്ളിക്കാരൻ ഹീസ് കിങ്. ബേസിക്കലി സ്ഥലത്തിന്റെ പേര് ഉറുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തിലെ കിങ് ആണ്. ഉറുക്ക് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ, ഉറുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇറാഖ് മെസപ്പൊട്ടേമിയ സ്ഥലത്താണ് ഇരിക്കുന്നത്. അന്നത് ഉറുക്ക് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇന്ന് ഇറാഖ്, ഇറാൻ എന്നൊക്കെ അറിയപ്പെടും. ഇറാഖ്, ഉറുക്ക്. എന്തെന്ന് വെച്ചാൽ ബേസിക്കലി ഭയങ്കര സ്ട്രോങ് ആണ്. അയാൾക്ക് സ്ട്രോങ് മാത്രമല്ല, ഹീസ് ഇന്റലക്ച്വലി വെരി സുപ്പീരിയർ. ബാക്കിയുള്ള മാൻകൈൻഡ്സിന് വെച്ച് സ്ട്രെങ്ത് ആയാലും ഇന്റലക്ട് ആയാലും എല്ലാം സുപ്പീരിയർ ആയിട്ട് ഹി കോമ്പിറ്റൻസ് വഴി ഹി ഈസ് ദ കിങ്. ഹാഡ് എ സുപ്പീരിയർ DNA. എക്സാക്ട്ലി. ഈ ഫ്ലഡിന്റെ കഥയിലോട്ട് എത്തിക്കാനുള്ള ഒരു പ്രീഫേസ് ആയിരുന്നത്. കഥ തുടങ്ങുന്നത് എവിടെയാന്ന് വെച്ചാൽ, ഞാൻ ഒരു ചെറിയ കഥ പറയാം. നിങ്ങൾ എല്ലാവർക്കും ബൈബിൾ ഉണ്ട്, എല്ലാവർക്കും ഭഗവത്ഗീത ഉണ്ട്, എല്ലാവരുടെയും വീട്ടിൽ ഖുറാൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. സോ ഈ ബൈബിളിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ബൈബിൾ. ഇപ്പൊ കേരളത്തിൽ തന്നെ പല ഫാക്ഷൻസ് ഓഫ് ക്രിസ്ത്യൻസ് വായിക്കുന്നത് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉള്ള ബൈബിൾസ് ആണ്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന ബൈബിൾ എന്ന് പറയുന്നത് കിങ് ജെയിംസിന്റെ ബൈബിളാണ്. അപ്പോൾ പുള്ളി അത് 100, 150, 200 വർഷത്തിന് മുന്നേ ബാക്കിയുള്ള എല്ലാ ബൈബിളും എടുത്തിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ള കഥകൾ എടുത്തിട്ട് ഇഷ്ടമുള്ള കഥകൾ കളഞ്ഞിട്ടൊക്കെ ചെയ്യുന്ന ബൈബിളാണ്. സോ നിങ്ങളുടെയും നമ്മുടെ എല്ലാം വീട്ടിൽ ഇരിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ട് ഗീതയും ബൈബിളും ഖുറാനും ഇരിപ്പുണ്ട്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതും കിങ് ജെയിംസ് ബൈബിളാണ്. അപ്പോൾ ഈ ബൈബിള് പല രീതിയിലുണ്ട്. ഈ ബൈബിളിന്റെ ഒരു കഥ പറയുമ്പോൾ പലരും കേട്ടില്ലാത്തൊരു കഥയാണ് ദി എത്തിയോപ്യൻ ബൈബിൾ. നോവാസ് ആർക്കിലേക്കാണ് പോകുന്നത്. ഈ എത്തിയോപ്യൻ ബൈബിൾ എന്ന് പറയുന്ന സാധനം, ഇറ്റ്സ് സോ ഇൻട്രൂഗിങ് ആൻഡ് മിസ്റ്റീരിയസ് ദാറ്റ് ദി മെയിൻ സ്ട്രീം ക്രിസ്ത്യാനിറ്റി ഹാസ് ബാൻഡ് റീഡിങ് ദിസ്. ബാൻഡ് ബൈബിൾ. ദിസ് ഈസ് ദ ബാൻഡ് ബൈബിൾ. നിങ്ങൾ ഈ ബൈബിൾ വായിക്കാൻ പാടില്ല. ഞാനോ നിങ്ങളോ ക്രിസ്ത്യനോ ഹിന്ദു ആരോ ആയിക്കോട്ടെ, we guys should never read this Bible എന്ന് പറയുന്ന ഒരു ബൈബിളേ ഉള്ളൂ, ദി എത്തിയോപ്യൻ ബൈബിൾ. ഇത് എന്തുകൊണ്ട് വായിച്ചുകൂടാ, ഇത് എന്തുകൊണ്ട് നിങ്ങൾ എടുത്തുകൂടാ എന്ന് പറയുന്ന കഥയിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഇൻ 1772 ജെയിംസ് ബ്രൂസ് എന്ന് പറയുന്ന ഒരാള് നൈൽ റിവർ അറിയാലോ, നൈൽ റിവറിന്റെ ഉറവിടം, ഐ മീൻ ദ ഒറിജിൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ പുള്ളി അന്നത്തെ സംഭവത്തിൽ ഈ നൈലിന്റെ ഒറിജിൻ ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ പുള്ളി നൈൽ റിവർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിഞ്ഞ് സഹാറയിലെത്തി, ഇവിടെത്തി എല്ലായിടത്തും എത്തി. അവസാനം എത്തിയോപ്യയിൽ ടീഗ്രേ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്ന് ഒരു ചെറിയ സ്പ്രിംഗ് വാട്ടർ, ഒരു ചെറിയ ഉറവിടം,
കുറച്ച് കല്ലും കുറച്ച് പാറ, അതിനകത്ത് നിന്ന് കുറച്ച് വെള്ളം വരുന്നത്, അത് ഒഴുകി 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 പോയി വലിയ നദിയായി, ലോങ്ങസ്റ്റ് റിവറായി. അപ്പോൾ അത് കണ്ടുപിടിച്ച്, അപ്പോൾ അത് പുള്ളി കണ്ടുപിടിച്ച് അവിടെ നിന്ന് കുറച്ച് ആൾ ക്ലെയിം ഒക്കെ ചെയ്ത് ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്ത് എഴുതിയപ്പോൾ പുള്ളി വേറൊരു കാര്യം കൂടെ അറിയാതെ കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ചാൽ ആ ടീഗ്രേ എന്ന് പറയുന്ന സ്ഥലത്ത് പുള്ളി യാദൃശ്ചികമായിട്ട് ഒരു മാനുസ്ക്രിപ്റ്റിനെ കാണാനിടയായി. അപ്പത്തേനും പുള്ളി ഇത് അവരോടുള്ളത് ചോദിച്ചു, ഇതെന്താ സാധനം? അപ്പത്തേനും പറഞ്ഞു ഇതാണ് ബൈബിൾ. അപ്പത്തേനും പുള്ളി ഇത് നോക്കിയിട്ട് ഇത് ബൈബിൾ അല്ലല്ലോ, ഇത് വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പത്തേനും അവിടെ ഉള്ളവർ പറഞ്ഞു ദിസ് ഈസ് ദ റിയൽ ബൈബിൾ. എത്യോപ്യയിൽ ഈ ഒരു ബൈബിളേ ഉള്ളൂ. നിങ്ങൾ വേറെ ഏതെങ്കിലും ബൈബിൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കോപ്പിഡി ആയിരിക്കാം, അല്ലെങ്കിൽ അത് തെറ്റായിരിക്കാം. ഇതാണ് സംഭവം എന്ന്. അങ്ങനെ പുള്ളി ഇതെടുത്ത് നോക്കിയപ്പോഴത്തേക്കും ആദ്യം പുള്ളിക്ക് മനസ്സിലാക്കിയത് ഇതിനകത്ത് ഏകദേശം 81 ചാപ്റ്റേഴ്സ് ഉണ്ട്, 81 ബുക്കുകൾ. ഈ ബൈബിളിനകത്ത് 81 ബുക്കുകൾ ചേർന്ന സാധനമാണ് ഈ എത്യോപ്യൻ ബൈബിൾ. അത് കഴിഞ്ഞ് കാത്തലിക് ബൈബിൾ എന്ന് പറയുന്ന സാധനം ഏകദേശം 74 ബുക്കുകളേ ഉള്ളൂ. അതും കഴിഞ്ഞ് ഈ ഏറ്റവും അടുത്ത് റിവൈസ് ചെയ്ത കിങ് ജെയിംസ് ബൈബിൾ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഓൺലി അറൌണ്ട് 66 ബുക്സ്. സോ അറൌണ്ട് 20 or 18 ബുക്സ് ഹാവ് ബീൻ ഡിലീറ്റഡ് ഫ്രം ദ റിയൽ ബൈബിൾ. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്ന ബുക്കുകളിൽ നിന്ന് ഏകദേശം 20ഓളം ബുക്കുകൾ കളഞ്ഞിട്ടുള്ള കഥകളാണ് ഇപ്പോൾ നമ്മൾ പള്ളിയിലും വീട്ടിലും ഒക്കെ ഇന്ന് പഠിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് കളഞ്ഞു എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊരു വല്യമുണ്ട്. ഇത് ആരെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാകും ഗൈസ്. കാരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഈ മാനുസ്ക്രിപ്റ്റ്, ഈ ബുക്ക് എഴുതിയേക്കുന്നത് ജീസ് എന്ന് പറയുന്ന ഒരു എത്യോപ്യൻ ജൂയിഷ് ജീസ് എന്ന് പറയുന്ന ഒരു എത്യോപ്യൻ എന്തുവാ ജൂയിഷ് ലാംഗ്വേജിലാണ്. അത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ അതിനകത്തൊരു കഥയുണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ടാണ് കിങ് സോളമൻ രാജാവിൻ്റെ കഥ. കിങ് സോളമനും ക്വീൻ സാബത്തും ഷീബയെന്നും പറയുന്ന 2 പേരുടെ കഥ നിങ്ങൾ എല്ലാവരും കേട്ടാണ്. നമ്മളിപ്പോൾ ഉള്ള ബൈബിളിൽ യഥാർത്ഥത്തിൽ ഇവരെ പറ്റി ഒന്ന് പറയുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇവർ കാണുന്നു, ഇവർ പറയുന്നു കിം ഷീബ വന്ന് സോളമൻ്റെ അച്ചീവ്മെൻ്റ് എല്ലാം കണ്ടിട്ട് സോളമൻ്റെ അടുത്ത് പോകുന്നു, പണവും പണ്ടവും ഒക്കെ കൊടുക്കുന്നു. സോളമൻ തിരിച്ച് കൺഗ്രാജുലേഷനും ഷീബയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഗിഫ്റ്റ് കൊടുക്കുന്നു, ഷീബ തിരിച്ചു പോന്നു. സോളമൻ ഈസ് ദി കിങ് ഓഫ് ഇസ്രായേൽ. അപ്പോഴത്തേക്കും ഇതാണ് സാധാരണ നമ്മുടെ ബൈബിളിലുള്ളത്. ആ കഥ അവിടെ തീർന്നു. അപ്പോഴത്തേന് പുള്ളി ഈ കഥ ബൈബിളിലുണ്ടോ നോക്കി, ഒതന്റിസിറ്റി നോക്കണ്ടേ. ഈ കഥ എടുത്ത് നോക്കിയപ്പം ഇതേ കഥയുണ്ട്, അതിനകത്ത് 30 പേജുള്ളത് ഇതിനകത്ത് 90 പേജും കൂടെ ഉണ്ട്. സോ പുള്ളി ബാക്കി വായിക്കാൻ തുടങ്ങി. അങ്ങനെ പുള്ളി ബാക്കി വായിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ക്വീൻ ഷീബ തിരിച്ചു വന്നത് ഗിഫ്റ്റുകൾ മാത്രമായിട്ടല്ല, വയറ്റിൽ സോളമൻ്റെ ഒരു കുഞ്ഞുമായിട്ടാണ്. ഓക്കെ, അപ്പം ഈ കുഞ്ഞ് തിരിച്ചു വന്ന് വർഷങ്ങൾ കഴിഞ്ഞ് വലുതായി സോളമനെ കാണാൻ പോയി. സോളമനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സോളമന് ഭയങ്കര സന്തോഷമൊക്കെ ആയി. തേനും ഈ കിങ്ഷിപ്പ് കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ നേരത്തെ ഇയാളും ഇയാളുടെ കൂട്ടുകാരും അല്ലെങ്കിൽ സോൾജിയേഴ്സും കൂടെ കൂടി അച്ഛൻ്റെ കയ്യിലിരുന്ന ആർക്ക് ഓഫ് ദി കോവനന്റ് എന്ന് പറയുന്ന സാധനം അടിച്ചുകൊണ്ട് പോയി. ആർക്ക് ഓഫ് ദി കോവനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഒരു മേശയുടെ അത്രയുള്ള ഒരു സാധനമാണ്. ഈ സാധനത്തിനകത്ത് എന്താണെന്ന് ലോകത്താർക്കും അറിഞ്ഞൂടാ. ഇപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തോ അറിയാവുന്നത്, സോറി ഗൈസ്, യു ഡോണ്ട് നോ, ഐ ഡോണ്ട് നോ, നോബഡി നോസ്. കാരണം നിങ്ങളെ കണ്ടിട്ടില്ല, ഞങ്ങളെ കണ്ടിട്ടില്ല. പറഞ്ഞു കേട്ട അറിവ് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ thousands of years ആയിട്ട് പാസ് ഡൗൺ ചെയ്ത കഥയെ നിങ്ങൾക്കറിയൂ, അല്ലെങ്കിൽ സെഞ്ചുറീസ് ആയിട്ട്. അപ്പോൾ ഈ സാധനം ബൈബിളിൽ എന്താ എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ ദിസ് ഈസ് ഗോൾഡ് പ്ലേറ്റഡ്. എന്നിട്ട് 4 സൈഡിലും ഓരോ റോഡുകളുണ്ട്. എന്നിട്ട് നടുക്ക് 2 ഗരുഡന്മാരെ പോലെ അല്ലെങ്കിൽ ഏഞ്ചൽസിനെ പോലെ 2 ഷറഭംസ് ഇരിപ്പുണ്ട്. നോബഡി നോസ് വാട്ട് ദിസ് ഈസ്. അപ്പൊ ഇവര് പക്ഷെ കുറച്ച് കാര്യങ്ങൾ ക്രിസ്ത്യാനിറ്റിയിൽ എഴുതിയിട്ടുണ്ട്, ആ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ സാധനം കൈകൊണ്ട് തൊടുകയോ തുറക്കുകയോ ആവശ്യമില്ലാതെ അതിൻ്റെ അടുത്തോ പോകാൻ പാടില്ല, അപകടമാണെന്ന്. ദിസ് വാസ് ഡൺ സെഞ്ചുറീസ് ഓർ thousands of years ago. പക്ഷെ ആളുകൾ ഇതിൻ്റെ അടുത്ത് പോയി തൊട്ട് കഴിഞ്ഞാൽ സിക്നസ് വന്ന് മരിക്കുന്നു, സിക്നസ് വന്ന് മരിക്കുന്നു. അത് കഴിഞ്ഞ് ഇത് ഇവര് എന്തോ കൊണ്ടുവന്ന് പള്ളിയിൽ സ്ഥാപിച്ച് അവരെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞ് ഇത് നോക്കാൻ ഓരോ പ്രീസ്റ്റുകളെ വെക്കും. ഈ ഓരോ പ്രീസ്റ്റുകളെ വെക്കുന്നതും കുറച്ച് വർഷം, 4-5 വർഷം അല്ലെങ്കിൽ 2-3 വർഷം കഴിഞ്ഞ് കണ്ണിനൊരു അസുഖം വന്ന് എല്ലാവരുടെയും കാഴ്ച നഷ്ടപ്പെട്ട് മരിക്കുക.
കാറ്ററാക്ട്. ഒരാളല്ല, 2 പേരല്ല, 7 പ്രീസ്റ്റുമാരെ വെച്ചു, 7 പേർക്കും കാറ്ററാക്ട്. നോട്ട് ഈവൻ ഓൺ ദ സെയിം ഡെക്കേഡ്, ദീസ് ആർ ഹാപ്പനിങ് 3, 4, 5 years അപ്പാർട്ട്. അപ്പോൾ ഇതെന്താന്ന് നോക്കി ആർക്കും പിടിച്ചില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങി ഇത് കേഴ്സ്ഡ് ആണ്, സാധനം എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇത് സ്പെഷ്യൽ ഒറയിൽ കോൺക്രീറ്റ് വെച്ചേക്കുക. സോ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം എന്തെന്ന് വെച്ചാൽ ദിസ് തിങ് വുഡ് ഹാവ് ബീൻ റേഡിയോ ആക്റ്റീവ്. സിമ്പിൾ ഗസ്. റേഡിയോ ആക്റ്റീവ് സാധനത്തുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം പോകുന്ന സാധനം കാറ്ററാക്ട് വരും. അപ്പോൾ ഈ സാധനം നമ്മൾ കുരങ്ങന്മാരായിട്ട് കല്ലും മണ്ണും പണിഞ്ഞ് നടന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ദൈവം തന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു പ്രവാചകന്റെ അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ കൈ കൊടുത്തതാണ് ഈ സാധനം. ആൻഡ് ഇറ്റ് വാസ് ഗിവൺ ബൈ ഗോഡ്. I don't believe in God. I believe a God എന്ന് പറഞ്ഞൊരു വേർഡ് റിപ്ലേസ് ചെയ്ത് it was given by alien. I don't believe in alien. I was going to tell you that God was some other kind of humanoid living somewhere else which is highly advanced. Yeah, okay. ഇപ്പോൾ നമ്മൾ സെന്റിനൽ ഐലൻഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സെന്റിനൽ ഐലൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഓഷൻ ടെറിട്ടറിയിലുള്ള ഒരു ഐലൻഡാണ്, വിച്ച് ഇസ് എൻ ഐലൻഡ് കംപ്ലീറ്റ്ലി കവർഡ് ബൈ വാട്ടർ ആൻഡ് നെവർ കോണ്ടാക്റ്റഡ്. അവിടെ ജനിച്ചു വളർന്ന ആളുകളാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. അവർക്ക് വേറെ ഒരു ഈ ലോകത്ത് ഇവിടെ നമ്മളുണ്ടെന്നോ TCS ഉണ്ടെന്നോ കപ്പലുണ്ടെന്നോ പ്ലെയിൻ ഉണ്ടെന്നോ കോട്ടും സൂട്ടും ഉണ്ടെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അവരുടെ അടുത്ത് നമ്മളൊരു ദിവസം രാത്രി ചെന്ന് ഒരു ടോർച്ചുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വാട്ട് വുഡ് ദേ ഫീൽ? അത് മാത്രമല്ല, അവർക്ക് ഈ സാധനം മാജിക് ആവും. നമ്മൾ അവരുടെ മുന്നിൽ ചെന്ന് ലൈറ്റർ കത്തിച്ച് കാണിച്ചാലോ കയ്യിൽ നിന്ന് തീ തുപ്പുന്ന യന്ത്രമാവും. സോ ദിസ് വാസ് ദ സെയിം തിങ് ദാറ്റ് വാസ് ഹാപ്പനിങ് വിത്ത് ദ കോവനന്റ്, ആർക്ക് ഓഫ് ദി കോവനന്റ്. നമുക്ക് അറിയാൻ പാടില്ലാത്ത എന്തോ ടെക്നോളജി നമുക്ക് വേറെ ഏതോ ബീയിങ്സ് തന്നു. ഇത് തുറക്കാനും പാടില്ല, തന്നത് എന്തിനാന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പോഴും ആർക്ക് ഓഫ് ദി കോവനന്റ് എവിടാന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് സിംഗിൾ മോസ്റ്റ് ട്രഷർ ഓഫ് ക്രിസ്ത്യാനിറ്റി, ബട്ട് നോബഡി നോസ് വെയർ ഇറ്റ് ഈസ്. പലരും പറയുന്നു എത്യോപ്യയിലാണെന്ന്, പലരും പറയുന്നു ഫ്രാൻസിലാണെന്ന്, ചിലവർ പറയുന്നു ഇറ്റലിയിലാണെന്ന്. പക്ഷെ ഇതെവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ഇതെവിടെയാണെന്ന് ആരും അറിയാൻ പാടില്ല, ഇത് തുറക്കാനും പാടില്ല. കാരണം 10,000-2000 വർഷം അല്ലെങ്കിൽ 10,000-4000 എത്രയോ വർഷം ആയിക്കോട്ടെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഒരു പെട്ടിക്കകത്ത് ഒരു ന്യൂക്ലിയർ ഡിവൈസ് തന്നത് നമ്മൾ കണ്ടുപിടിച്ച് ലോകം അറിഞ്ഞാൽ വാട്ട് വുഡ് ഹാപ്പൻ ടു us guys? കംപ്ലീറ്റ് സ്ട്രക്ചർ നശിച്ചു പോകും. കാരണം നമ്മുടെ ബൈബിള് നമ്മളെ പഠിപ്പിച്ചേക്കുന്നതെന്ന് വെച്ചാൽ 6000 വർഷങ്ങൾക്ക് മുന്നേ ആണ് ലോകം ഉണ്ടായിരുന്നത്. എത്ര ക്രിസ്ത്യൻസിനോ ഹിന്ദുസിനോ ഇത് അറിയുമെന്ന് അറിയില്ല. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ബൈബിൾ ദാറ്റ് എർത്ത് വാസ് ക്രിയേറ്റഡ്, ദ ഭൂമി സ്റ്റാർട്ടഡ് 6,000 years ago. Millions. Yes, we were here for millions of years ago guys. At least hundreds of thousands of years ago. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഏറ്റവും അടുത്ത് ഒരു കോറി കണ്ടുപിടിച്ചിട്ടുണ്ട്, എൻഗന്യ എന്ന് പറയുന്ന ഗന്യ എന്ന് പറയുന്ന ആഫ്രിക്കയിലുള്ള ഒരു കോറിയാണ്. യുനോ ആ കോറി ഡേറ്റ് ചെയ്തപ്പോൾ അതിനകത്തെ മെറ്റൽസും കാർബൺ ഡേറ്റിങ്ങും ഇലക്ട്രോപ്ലേറ്റിങ്ങും എല്ലാം നടത്തി അത് ലാസ്റ്റ് ചിസിൽ ചെയ്ത എന്നാന്ന് നോക്കിയപ്പോൾ ഇറ്റ് വാസ് ഡേറ്റഡ് അറൌണ്ട് 46,000 years ago. Guys, 46,000 years ago that quarry was built. എന്ന് വെച്ചാൽ അയൺ ഓർ കുഴിക്കാൻ വേണ്ടി ആ കോറി 46,000 മുന്നേ ആക്റ്റീവ് ആയിരുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് അവിടെ കാണാം സ്റ്റെപ്പ് പോലെ അയൺ വെട്ടിയിട്ടേക്കുക. പക്ഷെ ആ കാർബൺ ഡേറ്റ് ചെയ്യുമ്പോൾ 46,000 ആയിരുന്നു വരുന്നത്. NEGENYA എന്നാണ് പേര്. ഇറ്റ്സ് ഇൻ ആഫ്രിക്ക. ഇപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു പടം കിട്ടും ഗൂഗിളിൽ. പക്ഷെ നമുക്ക് പോകാനുള്ള ഇത് തടഞ്ഞു കഴിഞ്ഞു. അപ്പോഴേ നമ്മുടെ UN വന്ന് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആക്കി മൊത്തം അടച്ച് മൂടി, മനുഷ്യരെ ഒന്നും അടപ്പിക്കത്തില്ല. സോ അപ്പം UN എന്ന് പറയുന്നത് മനുഷ്യന്മാരെ സഹായിക്കാനാണോ അതോ കള്ളങ്ങൾ മൂടാനുള്ളൊരു സംഭവമാണോ എന്ന് വരെ ചോദിച്ചു പോകും. കാരണം ഇതുപോലുള്ള ഒരുപാട് ഹെറിറ്റേജ് സൈറ്റുകൾ നമ്മുടെ മെയിൻ സ്ട്രീം കഥകൾ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ഹിസ്റ്ററികൾക്കെതിരെ നിൽക്കുന്ന എല്ലാം വന്ന് അടച്ച് പൂട്ടി മൂടിയിട്ടിട്ട് പോകും. എന്നിട്ട് ഇത് ഹെറിറ്റേജ് സൈറ്റാണ്, ഇതിൻ്റെ 100 കിലോമീറ്റർ അടുത്ത് പൊക്കൂടാ, 5000 കിലോമീറ്റർ അടുത്ത് പൊക്കൂടാ എന്ന് പറഞ്ഞ റൂളും വെക്കും. എനിക്ക് വേറൊരു സംഭവം തോന്നിയത്, ഈ ക്രിസ്ത്യാനിറ്റി വെച്ചുകൊണ്ട് ഒരു റിലേറ്റ് ചെയ്തില്ലേ? ഐ തിങ്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഹിന്ദുസത്തിനകത്ത് ഒരുപാട് ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. യെസ്, ന്യൂക്ലിയർ വെപ്പൺസ് ഹിന്ദുസത്തിൽ ഒരുപാട് ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ നമ്മുടെ രാമായണത്തിൽ ന്യൂക്ലിയർ വെപ്പൺസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഗൈസ്, എപ്പിക് ഓഫ് ഗിൽഗമേഷ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മാനുസ്ക്രിപ്റ്റ്, അത് എനിക്ക് ട്രാൻസ്ലേറ്റഡ് വേർഷൻ ഫുള്ള് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ റിലീജിയനിലും ഒരുപാട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഗ്രീക്സ്.
എസ്പെഷ്യലി ഗ്രീക്ക് മിത്തോളജിയായിട്ട് ഭയങ്കരമായിട്ടുണ്ട്. ഹിന്ദുയിസം ഐ തിങ്ക് പേരും കാര്യങ്ങളൊക്കെ മാറ്റിയ ഹിന്ദുയിസത്തിന് അത് നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഈ നോവാസ് ആർക്ക്, നമ്മുടെ ഹിന്ദുയിസത്തിനകത്ത് മനു കപ്പലും ഇല്ലേ? അത് ഞാൻ പറയാം. മാത്രമല്ല ഈ ഗ്രീക്ക് മിത്തോളജിയിലും ഹിന്ദു മിത്തോളജിയിലും ഉള്ള ഒരു ദൈവമുണ്ട്. നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ ഇന്ദ്രദേവനെ അറിയോ? ഇന്ദ്രദേവൻ ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് കിങ്സ്. ദേവേന്ദ്രൻ എന്നാ പുള്ളിയെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ ദൈവം. ഹീസ് ദ ജനറൽ ഓഫ് കിങ്. അതുപോലെ തന്നെ ഗ്രീക്ക് മിത്തോളജിയിൽ സിയൂസും കിങ് ഓഫ് കിങ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ദൈവങ്ങളുടെ ദൈവമാണ്. ഇവരുടെ രണ്ടുപേരുടെ വെപ്പൺ എന്താ അറിയാവോ? ഇറ്റ്സ് എ ലൈറ്റ്നിങ് ബോൾട്ട്. സിയൂസിന്റെ അതിന്റെ പേര് ലൈറ്റ്നിങ് ബോൾട്ട് എന്നും ഇന്ദ്രന്റെ പേര് എന്തായിരുന്നു അതിന്റെ പേര്? വജ്രായുധം. വജ്രായുധം. അത് ഇങ്ങനെ ഇലക്ട്രിസിറ്റി വെച്ച് പുള്ളി ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോ ഇത് മാത്രമല്ല, ഇവർക്ക് രണ്ടുപേർക്കും പെണ്ണുങ്ങൾ വീക്ക്നെസ് ആയിരുന്നു. ഇതൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇത് നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്നതല്ല. ഹിന്ദു സ്ക്രിപ്ചറിലും ഗ്രീക്ക് സ്ക്രിപ്ചറിലും എഴുതി വെച്ചേക്കുന്നതാണ്. സിയൂസ് വാസ് എ വുമനൈസർ, ഇന്ദ്രദേവ വാസ് എ സെഡ്യൂസർ. അപ്പം ഇതുപോലുള്ള കഥകളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അങ്ങറ്റത്ത് പറയുന്നതും ഇങ്ങേറ്റത്തും പറയുന്നതും പല കഥകളുണ്ട്. ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം, സുമേരിയനിസം. പക്ഷെ ഇവരെല്ലാം പറയുന്നത് ചെറിയൊരു കോമൺ കഥയില്ല. ഈ കോമൺ കഥ എന്താണെന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ദ ഗ്രേറ്റ് ഡെല്യൂജ്. കേട്ടിട്ടുണ്ടോ അതിനെ പറ്റി? ദ ഗ്രേറ്റ് ഡെല്യൂജ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ വേറൊരു വാക്കുണ്ട് അതിന്, ദ യങ് ഡ്രയസ്. ദ യങ് ഡ്രയസ് എന്ന് നിങ്ങൾ ചിലവരെങ്കിലും ഈ യൂട്യൂബും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നവർ കണ്ടു കാണും. ഇത് നിയർലി 7,000 to 20,000 years ago നടന്ന ഒരു വലിയ ഫ്ലഡിന്റെ കഥയാണ്. ദ ഗ്രേറ്റ്. This is the real thing, right? This is 99.9999% real. How do I know that? I'm going to explain to you. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് The deluge. ദ ഡെല്യൂജ് എന്ന് പറയുമ്പോൾ ദി എപ്പിക് ഓഫ് ഗിൽഗമേഷിന്റെ കാര്യം നീ പറഞ്ഞില്ലേ? ദി എപ്പിക് ഓഫ് ഗിൽഗമേഷില് ഉത്നപിഷ്ടം എന്ന് പറയുന്ന ഒരാളുണ്ട്. ഉത്നപിഷ്ടത്തിന്റെ അടുത്താണ് എൻലിൽ എന്ന് പറയുന്ന ദൈവം വന്ന് പറയുകയാണ്, ഞങ്ങൾ ഭൂമി അവസാനിപ്പിക്കാൻ പോവാണ്, അപ്പോൾ രക്ഷപ്പെടാൻ നിന്നെയാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. യു ഗെറ്റ് ഇൻ ടു ദ ബോട്ട് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും കണക്കുകളും ഞാൻ പറഞ്ഞു തരാം. നീ ബോട്ടിനകത്ത് കയറുക, എന്നിട്ട് ആ ബോട്ടിനകത്ത് ഞാൻ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു തരാം. ഞാൻ വേറൊരു ഇതാ കേട്ടത്, ഞാൻ വായിച്ചതെന്ന് വെച്ചാൽ ഹീസ് എ ഗ്രേറ്റ് സർവന്റ് ടു വൺ ഓഫ് ദ ഹയർ ഗോഡ്സ്. ഉത്നപിഷ്ടം. അപ്പൊ ഉത്നപിഷ്ടം ഇതിങ്ങനെ ഒളിഞ്ഞു കേട്ടു എന്നാണ് ഞാൻ വായിച്ചത്. ഒളിഞ്ഞു കേട്ട് കഴിഞ്ഞിട്ട് ഉത്നപിഷ്ടം ആരോടും പറയാതെ ഒരു കപ്പലുണ്ടാക്കി ഭാര്യയ്ക്കും ഫാമിലിക്കും ഒക്കെ വേണ്ടി. പുള്ളി നെയ്ബേഴ്സ് ചോദിക്കുമ്പോ ഇല്ല, ഞാൻ ഫാമിലിയോട് റൈഡ് പോകാൻ വേണ്ടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഫ്ലഡ് വരുന്ന ഡേറ്റ് എല്ലാം ഒളിഞ്ഞു കേട്ടല്ലോ. അത് വരുന്ന സമയം പുള്ളി മച്ചാനും മച്ചാന്റെ ഭാര്യയും കൂടെ അതിൽ കയറിപ്പോയി. എന്നിട്ടും ബാക്കിയുള്ള ഈ ആൾക്കാരെല്ലാരും മരിച്ചു കഴിഞ്ഞപ്പം ഇവര് ഈ ദൈവങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു തുടങ്ങി. ഇവരുടെ ലവ് ആൻഡ് അഫെക്ഷൻ ടുവേർഡ്സ് ഗോഡ് ഭയങ്കരമായിട്ട് കാണിച്ചെടുത്തപ്പോൾ അവർ മനസ്സലിഞ്ഞു വന്നേന്ന് ഞാൻ വായിച്ച കഥ. ഓക്കെ. ആൻഡ് ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കണം, ദിസ് സ്റ്റോറി ഈസ് പ്രീ ഓർ ആന്റി ഡിലൂവിയൻ എന്ന് പറഞ്ഞാൽ ദിസ് ഹാപ്പൻഡ് ബിഫോർ 7 to 20,000 years ago. If this happened. അപ്പോൾ ഈ കഥയിലോട്ട് എത്തുന്നതിന് മുന്നേ ഞാൻ വേറൊരു കഥയിലോട്ട് കൊണ്ടുപോകാം. ഈ ബുക്ക് ഓഫ് ഇനോക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ എത്യോപ്യൻ ബൈബിള്. അപ്പൊ ഈ എത്യോപ്യൻ ബൈബിളിനെതിരെ ഏറ്റവും കൂടുതൽ തെളിവുള്ളതാണ് ഇത്. എത്യോപ്യ മാത്രമേ ഉള്ളൂ, ഇത് വേറെ എവിടെയും കണ്ടിട്ടില്ല, ഇത് മെയിൻ സ്ട്രീം അല്ല, ഇത് ഒറ്റൊരു ബുക്കാണ്, ഇത് ഏതോ വട്ടം കഞ്ചാവ് അടിച്ചിട്ട് എഴുതിയാന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അന്ന് 1774 സംഭവിക്കുന്നത്. അത് 150 വർഷത്തിന് ശേഷം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷം അറേബ്യയിലാണോ എന്ന് അറിഞ്ഞുകൂടാ. ദ സിറ്റി വാസ് കുമ്രാൻ. കുമ്രാനിലെ ഒരു കേവില് ഒരു ഷെപ്പായിട്ട് കുറച്ച് ഷീപ്പുമായിട്ട് പോയ ഭയങ്കര കാറ്റടിച്ച് ഇതിനകത്തോട്ട് കയറിയപ്പോൾ ഷീപ്പ് കയറി ആ കേവിനകത്തോട്ടങ്ങ് പോയി. ഇയാൾ ഈ കേവ് സ്ഥിരം നടക്കുന്നെങ്കിലും അത് കണ്ടിട്ടൊന്നുമില്ല. ഷീപ്പിനെ പേടിപ്പിക്കാനോ എന്തിനോ വേണ്ടി ഒരു കല്ലെടുത്തെറിഞ്ഞപ്പം പടക്കാന്ന് കേവിന്റെ അകത്തുനിന്ന് ഇരുട്ടത്തുനിന്ന് സൗണ്ട് കേട്ടു. അങ്ങനെ ഇയാൾ നോക്കിയപ്പോഴത്തേനും കുറെ പോട്ടും കുറെ മാനുസ്ക്രിപ്റ്റും എല്ലാം കൂടെ പ്രിസർവ് ചെയ്തിരിക്കുന്നു കളിമണ്ണ് വെച്ച് അടച്ച എയർ ടൈറ്റ് പോട്ടിനകത്ത്. അപ്പോൾ ഇയാൾ പോയി ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് നോക്കി. ലേറ്റർ ഓൺ ഇറ്റ് വാസ് കൺഫേംഡ് ബൈ എവറി ഗവൺമെന്റ് ഇൻ ദ വേൾഡ്. ദേ ഹാവ് ഫൗണ്ട് 11 copies of Ethiopian Bible. Oh shit. Yes, and not one, not two, it was 11 copies in a single cave.
അപ്പോഴാണ് അവർ മനസ്സിലാക്കി ഷിറ്റ് ദിസ് വാസ് മെയിൻ സ്ട്രീം ഫാർ ഇൻ അവർ ഹിസ്റ്ററി. ഇതൊരു മെയിൻ സ്ട്രീം ബുക്കായിരുന്നു. അത് കാർബൺ ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? കാർബൺ ഡേറ്റ് ചെയ്തപ്പോഴും ഇറ്റ്സ് ഗോയിങ് 3000 to 5000 years ago. Yeah. Nobody knows. അതിന്റെ ഏറ്റവും അവസാനം നമുക്ക് പിന്നെ കോപ്പികൾ എല്ലായിടത്തും വന്നു തുടങ്ങി. പണ്ട് ആളുകൾ കിട്ടിയിട്ട് ഇത് എന്താണെന്ന് അറിയാത്തവർ വെച്ച് ഇത് ഭയങ്കര വാർത്തയായി. അങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നു. ഏറ്റവും അവസാനം എഴുതിയ കോപ്പി 300 BC-യിലാണ്. സോ ദാറ്റ് വാസ് ലേറ്റസ്റ്റ്. അപ്പം ഏറ്റവും പഴയത് എഴുതി അതിൻ്റെ പുറമോട്ടാണ്. അപ്പോൾ ഇത് എഴുതി കണ്ടുപിടിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞ് അപ്പോൾ ഇതിലൊരു ഏലിയൻ അബ്ഡക്ഷൻ്റെ കഥയുണ്ട്. ഏലിയൻ അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ദി ബൈബിൾ ഹൂവർ ഇറ്റ് വാസ് എഴുതുന്നത് അവർക്ക് ഈ കഥ എടുത്ത് മാറ്റിക്കളയേണ്ടി വന്നു. അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഏലിയൻ അബ്ഡക്ഷൻ ആണ്. അപ്പോൾ ഇത് പറയുന്നത് ഈനോക്ക് എന്ന് പറയുന്ന ഒരാളെ യൂറിയൽ എന്ന് പറയുന്ന ഒരു മാലാക വന്ന് വിളിച്ചിട്ട് ഹെവനിലേക്ക് ഗോഡ് വിളിച്ചു പോവാൻ പറയാണ്. അപ്പോൾ യൂറിയലിലെ മാലാക പറയുന്നുണ്ട് എന്തുവാ തീ കത്തുന്ന ചിറകുള്ള ഒരു കഴുത, ജഡായു, തീ കത്തുന്ന ചിറകുള്ള ഒരു കഴുതയുടെ പുറത്തിരുന്നാണ് പുള്ളിക്കാരൻ മുകളിലോട്ട് പോകുന്നത്. ജെറ്റ് ഫൈറ്റർ, ഇറ്റ് കുഡ് ബി എ ജെറ്റ് ഫൈറ്റർ ബിക്കോസ് ദീസ് ഗൈസ് ആർ സോ അണ്ടർ ഡെവലപ്ഡ് ആൻഡ് ഇൻ ദ സെന്റിനിയൽ ഐലൻഡിൽ നമ്മളിപ്പോൾ ഒരു F-35 കൊണ്ടിട്ട് ദേ ആർ ഓൺലി റൈഡിങ് ഓൺ കഴുത. ആൻഡ് ഗൈസ് വേറെ സംഭവം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഈ ഏലിയൻ അബ്ഡക്ഷൻ എല്ലാ റിലീജിയനിലും പ്രോമിനന്റ് ആയിട്ട് പറയുന്നത് അവരുടെ ഭയങ്കര ഹിസ്റ്റോറിക് കാര്യങ്ങളിലൊക്കെ വായിക്കുകയാണ്. അത് മാത്രമല്ല ഈ ഇതുപോലുള്ള കഥയുടെ ഞാൻ പറഞ്ഞുതരാം. യൂറിയലിനെ കഴുതപ്പുറത്ത് കൊണ്ടുപോയി ഈനോക്കിനെ യൂറിയൽ തീയുള്ള ചിറകുള്ള കഴുതപ്പുറത്ത് കൊണ്ടുപോയി. അതുപോലെ തന്നെ പ്രോഫറ്റ് എലൈജ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളി സ്വർഗത്ത് പോയത് വേറൊരു ഇതാ. പുള്ളി പോയത് ചാരിയറ്റ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ ഒരു കുതിരവണ്ടിയാണ്, ചാരിയറ്റ് ആണ്, പക്ഷെ അതിനകത്തും ഫുള്ള് തീയ. അതുപോലെ തന്നെ നമ്മുടെ അർജുനനെ, ഹിന്ദുവിസത്തിലുള്ള അർജുനനെ കൃഷ്ണൻ സ്വർഗത്ത് കൊണ്ടുപോകുന്നുണ്ട്. അതും ചാരിയറ്റ് വിത്ത് ഫയർ in the wheels. Simple guys, these guys were taken into some other place in the space or എവിടെയാണെന്ന് അറിയത്തില്ല on an aerial vehicle. അതെ അത് അങ്ങനെ തന്നെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അപ്പം ഈ ഏരിയൽ വെഹിക്കിളിൽ പോയി എന്ന് പറയുന്നതിന്റെ who are these takers അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പം ഈ ഏരിയൽ വെഹിക്കിളിന്റെ പോയെന്നുള്ള തെളിവിനായിട്ട് ഇവർ എഴുതിയിട്ടുണ്ട് എനിക്ക് മുകളിൽ നിന്ന് മൗണ്ടൻസ് കാണാം, എനിക്ക് റിവേഴ്സ് കാണാം, എനിക്ക് ഈ ക്ലൗഡുകളെ മുകളിൽ നിന്ന് കാണാം. പിന്നെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഈ 10,000 വർഷങ്ങൾ അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുന്നേ സോളാർ സിസ്റ്റം, എത്ര പ്ലാനറ്റ്സ്, നമ്മുടെ ജൂപ്പിറ്ററിന് എത്ര മൂൺ എന്താണ്, സൺ എന്താണ്, 365 ദിവസമാണ് നമ്മുടെ ഒരു ഭൂമിയുടെ വർഷം റെവല്യൂഷൻ എടുത്തിട്ടാണ് സൂര്യന് ചുറ്റും ഒരു വട്ടം കറങ്ങുന്നതെന്ന് വരെ പഠിപ്പിച്ചു കൊടുത്തു വിട്ടു. ഈ കഴിഞ്ഞ 100-500 വർഷം ആയുള്ളൂ, അല്ലെങ്കിൽ എത്ര വർഷമായി നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട്. അതെ, വേറെ സംഭവം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പിരമിഡ് ഓഫ് ഗീസ കണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച അതിനകത്ത് ഒരെണ്ണം ആംഗിൾ തെറ്റിയിരിക്കുമെന്ന്. ഇറ്റ് വാസ് പ്രിസൈസ്ലി ആംഗിൾഡ് ടു ഫേസ് ഓറിയൻസ് ബെൽറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. അത് ഗൈസ് ഈ പ്രീ ഹിസ്റ്റോറിക് സാധനങ്ങളൊക്കെ നോക്കുക, കൈലാസ ടെംപ്ലേറ്റ് എല്ലോറ ഇപ്പോഴും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. നെവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയുടെ മുകളിൽ ഒരു പാറയാണ്, ഒരു പാറയുടെ മുകളിൽ നിന്ന് ചിസല് കൊണ്ട് അടിച്ചെന്നാണ് അവർ പറയുന്നത്. ഒരു പാറയുടെ ഏറ്റവും മുകളിലത്തെ ആ ഗോപുരം തൊട്ട് താഴോട്ട് ഒരു അമ്പലം മീൻസ് ചെറിയ അമ്പലമൊന്നും അല്ല, അതും കോംപ്ലക്സ് ആണ്. യെസ്, അടിച്ചുണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഒരു മോളിൽ നിന്ന് അടിച്ച് ഇറ്റ് സിഗ്നിഫൈസ് ദർ ഈസ് 0 ചാൻസ് ഓഫ് ഒരു എറർ വന്നു കഴിഞ്ഞാൽ പോയി. അപ്പൊ അത് അത്ര പ്രിസൈസ്ഡ് ആയിട്ടൊരു പ്രോജക്റ്റ് ആണ്. അത് മാനേജ് ചെയ്ത് അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞത് ചിസലും ഇതും നമ്മൾ കയ്യിലി മുണ്ട് കൊടുത്തുകൊണ്ട് നടക്കുന്ന സമയത്തെന്ന് പറഞ്ഞു. നമുക്കറിയാം പല തെളിവുകളുണ്ട്. ഇറ്റ് വാസ് ഡൺ ബൈ എ വെരി അഡ്വാൻസ്ഡ് ഹ്യൂമനോയിഡ് ബീങ്സ് ദാറ്റ് വെയർ ഏബിൾ ടു മാനിപ്പുലേറ്റ് വിത്ത് സ്റ്റോൺ ആൻഡ് അതർ മെറ്റീരിയൽസ് വിത്ത് സൗണ്ടും ഫ്രീക്വൻസിയും വെച്ച്. കാരണം നമ്മുടെ ഹിന്ദുസത്തിൽ ഒത്തിരി ദൈവങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ നാരായണ എന്ന് വിളിച്ചുകൊണ്ട് ഒരു പുള്ളിക്കാരനുണ്ട്. പുള്ളി ടെലിപ്പോർട്ടേഷൻ ആണ്. പുള്ളി ടെലിപ്പോർട്ട് ചെയ്ത് പല സ്ഥലത്തും പോകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ ഡീപ്പ് ഡൈവിലേക്ക് നമുക്ക് പോകാം. പക്ഷേ ഇപ്പൊ നമുക്ക് വേറൊരു സംഭവം ഞാൻ പറയാം. ത്രൂ ഔട്ട് ദി ഹിസ്റ്ററി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന, ഇപ്പം ഞാൻ പഠിക്കുന്നത്, ഇപ്പം ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഹിസ്റ്ററി അല്ല. ജസ്റ്റ് ലുക്ക് ഡീപ്പ്, നിങ്ങൾക്ക് മനസ്സിലാവും ദർ വാസ് a 10% നമ്മളെക്കാട്ടിയും ഒരു ഹയർ ഇന്റലിജൻസ് ഉള്ള, ഹയർ കേപ്പബിലിറ്റീസ് ഉള്ളൊരു സ്പീഷീസ് ഉണ്ടാകും. നിങ്ങൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ രാമായണം ആയാലും എന്ത് വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും there was something. യെസ്, ബിക്കോസ് ഒരു കഥയിൽ രാമന് അമ്പ് വെയ്ത് ഒരു 10-20 ബിൽഡിംഗ് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ
ഡു യു ഗൈസ് തിങ്ക് ഒരു മരത്തടിക്കാത്ത ഒരു കുന്തം വെച്ച് കൊത്തിട്ട് പറ്റുമെന്ന്? നോ, ദേ വേർ റെഫറിങ് ടു മിസൈൽസ്. ആൻഡ് എന്തുകൊണ്ടാണ് അങ്ങനത്തെ റെഫറൻസ് വന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ സിമ്പിൾ ആൻസർ ഗൈസ്. നമ്മൾ കാട്ടിയും ഭയങ്കരമായി ടെക്നോളജിക്കലി അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ആള്, അല്ലെങ്കിൽ ഇപ്പോൾ സെന്റിനിയൽ ഐലൻഡിൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള ഏതെങ്കിലും കുഞ്ഞു ഗ്രാമം ലാപ്ടോപ്പോ ഫോണും കണ്ടിട്ടില്ലാത്ത ഒരാള് അമേരിക്കയുടെ റഷ്യയുടെ യുദ്ധം ഡിസ്ക്രൈബ് ചെയ്ത ഒരു പേപ്പറിൽ എഴുതാൻ പറഞ്ഞാൽ അവരെന്തോ എഴുതും? ഒന്നുമില്ല, ഒരു 10 കൊല്ലം മുന്നേ ഡ്രോൺ പറത്തിയായിരുന്നു എല്ലാണോ UFO എന്ന് പറഞ്ഞുകൊണ്ടാണ്. യെസ്, അതുപോലെ ഉള്ളൂ. അപ്പം മിസ്ഇന്റർപ്രിട്ടേഷൻ ആണ് അത്. ബൈബിളിലും ഉണ്ട്. നമ്മുടെ ഏഞ്ചൽസിന്റെ കാര്യമാണെങ്കിലും ഏഞ്ചൽസ് ചിറകുള്ള ഈ വസ്ത്രം എടുത്തിട്ട് അണിഞ്ഞ് തീയും പറത്തിക്കൊണ്ട് പോവാന്ന് പറയുന്നത് ഏഞ്ചൽസ് ഇസ് നോട്ട് പീപ്പിൾ വിത്ത് വിങ്സ്. നിങ്ങളുടെ കയറി ആളുകൾ പോകുന്നതാണ് ഗൈസ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മൂമ്മയും മുത്തശ്ശിയൊക്കെ ഉണ്ടെന്ന് വെച്ചോ, അവരുടെ അടുത്തൊരു 100 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ടെക്നോളജി കാണിച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അവരുടെ പ്രൈമറി നോളജ് വെച്ച് അവരെ എഴുതാൻ പറ്റൂ. അതുറപ്പാ. ആ ഒരു രീതിയിൽ ഇത് കണ്ടാൽ മതി. സോ ഈ ഫ്ലഡിലേക്കാണ് വരുന്നത്. ഈ ഫ്ലഡ് എങ്ങനെയാ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈനോക്കിന്റെ കഥയിൽ കറക്റ്റ് ആയിട്ടുണ്ട്. കാരണം ഈ ദൈവം മോളിൽ പോയിട്ട് ഈനോക്കിനെയൊക്കെ വിട്ടിട്ട് 200 പേരെ പുള്ളി ഭൂമിയിലേക്ക് അയച്ചു. മോളിൽ നിന്ന് 200 പേരെ വിളിക്കുന്നത് വാച്ചേഴ്സ് എന്നാണ്. എത്യോപ്യൻ ബൈബിളിൽ ഈ കഥയുള്ളത് ദ ബുക്ക് ഓഫ് വാച്ചേഴ്സ് എന്നാണ്. ഈ വാച്ചേഴ്സിനെ വിട്ടത് ഭൂമിയിലുള്ളവർക്ക് ടെക്നോളജി, വെപ്പണറി, പിന്നെ അഗ്രികൾച്ചർ, മെഡിസിൻ, ആയുർവേദം ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് ആളുകളെ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്താനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് നല്ല രീതിയിൽ വർഷങ്ങളായിട്ട് പൊക്കോണ്ടിരുന്നതിനകത്ത് ഈ വാച്ചേഴ്സ് പിന്നെ കുറച്ച് ബാഡ് ആവാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ വാച്ചേഴ്സ്, ഇത് എത്യോപ്യൻ ബൈബിളിലുള്ള കഥയാണ്. അവിടെ എഴുതിയേക്കുന്നത് the sons of gods fell in love with the daughter of men. ഇതാണ് എഴുതി വെച്ചേക്കുന്നത് നിങ്ങളുടെ ബൈബിളിനകത്ത്. യെസ്, the sons of God fell in love with the daughter of men. നമ്മൾ ഗോഡ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഹയർ ഗോഡ്സ് എന്ന് പറയുന്നത് ഒരു നമ്മളെക്കാട്ടിയും വലിയൊരു ടെക്നോളജി ഉള്ള സ്പീഷീസ് ആരാണോ അത്രേ ഉള്ളൂ. ഗോഡ്സ് എന്ന് പറഞ്ഞ ദൈവമോ ജീസസോ ക്രിസ്ത്യനോ ഒന്നും ആണെന്ന് നമ്മൾ പറയുന്നില്ല. അവർക്ക് മനുഷ്യപുത്രിമാരെ കണ്ടിട്ട് ബ്രീഡ് ചെയ്യാൻ തോന്നി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ക്രോസ് ബ്രീഡിങ് നടന്ന് ക്രോസ് ബ്രീഡിങ്ങിൽ ഉണ്ടാവുന്ന കുട്ടികളെല്ലാം വളരെ ഭയാനകവും വിരൂപരും, അല്ലെങ്കിൽ ഭയങ്കര ശക്തിമാനും, അല്ലെങ്കിൽ ഭയങ്കര സുന്ദരന്മാരുമായി തുടങ്ങി. ഇത് ഹൈലി വേരിയബിൾ. എന്നിട്ട് ഇവരെ ആളുകൾ ഒരു പേര് വിളിക്കാൻ തുടങ്ങി, ദ നെഫിലിംസ്. നെഫിലിംസ് എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ നെഫിലിംസ് ഭയങ്കര പവർഫുൾ ആയി, ഡെമിഗോഡ്സ് ആയി. നെഫിലിംസ് ഭയങ്കര ഡെമിഗോഡ്സ് ആയി, ശക്തിമാരായി. ഇവർക്ക് കാർണിവോറസ് ആയി. ഇവർ മനുഷ്യരെ തിന്നാൻ തുടങ്ങി, മനുഷ്യരെ കൊല്ലാൻ തുടങ്ങി, സ്ലേവ്സ് ഉണ്ടാക്കാൻ തുടങ്ങി, ഫാക്ഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങി, തമ്മിൽ യുദ്ധങ്ങൾ തുടങ്ങി. അപ്പൊ ഇതെല്ലാം വന്ന് ക്രോസ് ബ്രീഡ് ചെയ്തു. ഈ ക്രോസ് ബ്രീഡിങ്ങിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഡെമിഗോഡും മനുഷ്യരും തമ്മിൽ ക്രോസ് ബ്രീഡ് ചെയ്തു, അവിടെ തീർന്നു. പക്ഷെ അങ്ങനെയല്ല. ആദ്യമേ നമ്മുടെ സൺസ് ഓഫ് ഗോഡും ഡോട്ടർ ഓഫ് മെന്നും ബ്രീഡ് ചെയ്തു, ഒരു നെഫിലിം ഉണ്ടായി. എന്നിട്ട് ഈ നെഫിലിമിന് ഒന്നെങ്കിൽ വേറൊരു നെഫിലിമിനെ ബ്രീഡ് ചെയ്യാം, അല്ലെങ്കിൽ മെന്നിന്റെ ഡോട്ടറിനെ ബ്രീഡ് ചെയ്യാം. അങ്ങനെ ഈ ട്രീ വലുതായി. അങ്ങനെ ഒരു വട്ടം കൂടെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രീ ആരെടുത്തോട്ട് പോകും. ഹി ഹാസ് 6 other chances. So imagine this happening for thousands of years. The whole world was fucked with hybrids. അങ്ങനെയാണ് കുതിര തലയുള്ള സെഞ്ചൂറിയൻസ്, മറ്റേ തലയുള്ള മനുഷ്യര്, ആടിന്റെ കാലും മനുഷ്യന്റെ തലയുള്ള സാധനങ്ങള്, നരസിംഹം, സ്കോർപ്പിയോൺസ്, നിങ്ങളെ ക്രിസ്ത്യാനിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷെറബംസ്, സെറാഫുകൾ, ഈ സാധനങ്ങളെല്ലാം ഹൈബ്രിഡാണ്, ഹ്യൂമൻ ക്രീച്ചർ ഹൈബ്രിഡ്സ്. ഇതെല്ലാം കൂടെ ഉണ്ടായി ഭൂമി മൊത്തം പ്രശ്നം അടിയെല്ലാം ആയിക്കഴിഞ്ഞ് ഈനോക്ക് തിരിച്ച് സ്വർഗത്തിൽ പോവാ. ഏതാ? ഫൈറ്റർ ജെറ്റില്, അന്നത്തെ കാലത്തിലെ തീ തുപ്പുന്ന കഴുതക്കകത്ത്. എന്നിട്ട് ദൈവത്തിനോട് പറഞ്ഞ് ഇതൊക്കെയാണ്, ഒരു സീനും ഇല്ല, ഭയങ്കര പ്രശ്നമായി, ഒരു രക്ഷയില്ല. അപ്പൊ ദൈവം പറഞ്ഞ് നീ പൊക്കോ, ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് പിന്നെയും യൂറിയല് ഈ ഈനോക്കിന്റെ അടുത്ത് എന്ന് പറഞ്ഞ് നിന്റെ കൊച്ചുമോനെ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ പോവാണ്. ഈ കൊച്ചുമോൻ ആരാണ്? ഉത്നപിഷ്ടം അല്ലെങ്കിൽ വേറൊരു കഥയിൽ നോവ എന്ന് പറയും. ഈ പുള്ളിക്കാരൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തെ എല്ലാവരും ദേ വെർ ഡെപ്പിക്റ്റഡ് ആസ് ബ്ലാക്ക് ഹ്യൂമൻസ്. നിയാൻഡർതാൾ പോലെ ഇരിക്കുന്നതോ ഏർലി ഹ്യൂമൻസ് ആണ്. പക്ഷെ ഇയാളുടെ കൊച്ചുമോൻ ഉണ്ടായ കുഞ്ഞെന്ന് പറയുന്നത് പ്യുവർ, അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് പ്യുവർ വൈറ്റ് സ്കിൻ ലൈക്ക് എ വൈറ്റ് ഷീപ്പ്, ഹെയർ ലൈക്ക് വൈറ്റ് വൂൾ, ബ്ലോണ്ട് ആണ്. കണ്ണെന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്.
they have never seen a child like this. So I am മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ആര്യൻ റേസിലെ ആദ്യത്തെ കുഞ്ഞ്. സോ അതിനകത്ത് വേറൊരു ഇതുണ്ടെന്ന് വെച്ചാൽ ഇവരെല്ലാം ഈ അറബ് സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്. ദേ ആർ മോസ്റ്റ് പ്രോബബ്ലി കാട്ടറബ്സ്. കാട്ടറബികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ദേ ആർ വെരി ബ്ലാക്ക് ലൈക്ക് ആഫ്രിക്കൻസ്. അപ്പൊ അതായിരുന്നു യഥാർത്ഥ അറബുകൾ. അപ്പൊ അവരുടെ കൂട്ടത്തിലാവാം ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചത്. ഈ ഹൈബ്രിഡുകളെല്ലാം കൂടെ ഒന്ന് വികൃതമായിട്ട് നിന്നപ്പോൾ ആദ്യമായിട്ട് ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് വന്നു. അപ്പോൾ ഇവർക്ക് ഭയങ്കര സംശയം തോന്നി. ഇവരുടെ അച്ഛനോട് ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞു ഇത് എന്റെ കുഞ്ഞല്ല, ബിക്കോസ് ഞാൻ ഈ സമയത്ത് കൺസീവ് ചെയ്യുന്ന സമയത്ത് നാട്ടിലില്ല. അങ്ങനെ ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. അവസാനം യൂറിയലാണ് വന്ന് പറയുന്നത് ഇത് നിന്റെ കുഞ്ഞ് തന്നെ ആയിട്ടിരിക്കട്ടെ, പക്ഷെ there have been some divine interventions. സോ ആ നോവയുടെ അമ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉഷ്ണപിഷ്ടത്തിന്റെ അമ്മ ഹാസ് ബീൻ ബ്രീഡഡ് ബൈ എ ഹെവൻലി ബ്ലഡ് ലൈൻ. മേ ബി ഇറ്റ് കുഡ് ബി ഗോഡ് എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ ആളുകൾ തന്നെ ആവാം. എന്നിട്ട് ഈ കുഞ്ഞ് വലുതായി വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ഗോഡ് ഡിസൈഡഡ് ദാറ്റ് ഈ ലോകത്ത് മുഴുവൻ നെഫ്ലിംസ് ആണ്, മൊത്തം ഇന്റർബ്രീഡ് ആണ്. കഴുതത്തലയുള്ളവന്റെ 100 പിള്ളേര്, അവരുടെ 5000 പിള്ളേര്. ദിസ് ഇസ് ഹാപ്പനിങ് ഫോർ thousands of years. എന്നിട്ട് ഗോഡ് പറയാണ് നോവയെ മാത്രം രക്ഷിക്കുക, ബാക്കി എല്ലാത്തിനെയും കൊന്നു കളയണം. എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലഡ്. വാഷിംഗ് മെഷീൻ ഓണാക്ക്, കഴുകിക്കള. സോ ഗോഡ് സെൻസ് യൂറിയൽ അഗെയിൻ ടു നോവ, അല്ല ഉഷ്ണപിഷ്ടത്തിനോട് പറയുന്നു നീ 300 ക്യൂബിറ്റ് ഉള്ള ഒരു തടിയെടുത്ത്, ചെറാഗ് എന്ന് പറയുന്ന എന്തോ ഒരു തടിയുണ്ട്, അതെടുത്ത് ഇതുണ്ടാക്കുക, ഇത്ര ഇതുണ്ടാക്കുക. ഇതെല്ലാം ആ ബുക്കിനകത്ത് അടിക്കണക്കിനുണ്ട്. 300 ക്യൂബിറ്റ്, 120 ക്യൂബിറ്റ്, മുകളിലോട്ട് ഇത്ര നില, ഇതെല്ലാം. ഏതാ ഈ ബുക്ക് എഴുതിയിട്ട് തന്നെ 14,000 വർഷമായി. അന്ന് നമ്മൾ ജീവിച്ചിരിപ്പില്ലെന്നാ പറയുന്നത്. അത് പോട്ടെ. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നോവയോട് പറഞ്ഞു നീയും നിന്റെ ഇണയും പിന്നെ നിനക്ക് കൂട്ടാൻ പറ്റുന്ന എല്ലാ ഇണകളുടെയും ആനിമൽസിന്റെയും ഒരെണയും കൂട്ടുക. ദർ ഷുഡ് ബി നോ അതർ ഹ്യൂമൻസ്. എന്നിട്ട് അപ്പം ആ പ്യുവർ ബ്ലഡിൽ ഉണ്ടായ, മേ ബി ഇറ്റ് ഈസ് ദ ആര്യൻ റേസ് വി ടോക്ഡ് അബൌട്ട്, ദ പ്യുവർ ഗോഡ് ബ്ലഡ്, മേ ബി അങ്ങനെ ആ ഒരൊറ്റ ബ്ലഡ് ലൈൻ മാത്രം ബോട്ടിൽ കയറി പോവാണ്. ബാക്കി ലോകത്തുള്ള എല്ലാ ക്രീച്ചേഴ്സും, ആനിമൽസ്, ബേർഡ്സ്, ഹ്യൂമൻസ്, നെഫ്ലിംസ്, ഹൈബ്രിഡ്സ്, ഡെമിഗോഡ്സ്, ഗോഡ്സ്, ഏഞ്ചൽസ് എല്ലാത്തിനെയും കൊല്ലുവാണ്. അപ്പൊ then how did this diversity happen എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇങ്ങനെ ഹാപ്പൻ ചെയ്ത് 1 വർഷത്തോളം ഫ്ലഡ് നീണ്ടു നിന്നു. ഈ ഫ്ലഡ് വരാൻ വേണ്ടി നമ്മൾ വിചാരിക്കും ലോകം മുഴുവൻ ഞങ്ങൾ ഫ്ലഡ് ചെയ്യും, ഇതൊക്കെ എന്തൊരു പാടാ, ഇത് തള്ള. നോ ഗൈസ്, ഇപ്പൊ നമുക്ക് നാളെ വേണമെങ്കിൽ ഫ്ലഡ് വരുത്താം. നോർത്ത് പോളിലോട്ടോ സൗത്ത് പോളെന്ന് നിങ്ങൾ പറഞ്ഞ അന്റാർട്ടിക്കയിലോട്ടോ ഒരു കുഞ്ഞു ന്യൂക്ലിയർ ബോംബ് ഇട്ടാൽ മതി. നാളെ ഞാനും കാണൂല, നിങ്ങളും കാണൂല, അമേരിക്കയും കാണൂല, കാനഡയും കാണൂല. അപ്പം ദിസ് ഈസ് വെരി മച്ച് ഹാപ്പൻ ചെയ്യാൻ സാധ്യതയുള്ള കാര്യം. സോ ഇങ്ങനെ വന്നു. അപ്പൊ ഇതാണ് ഉഷ്ണപിഷ്ടത്തിന്റെ കഥ. ഇനി ഞാൻ 2-3 കാര്യങ്ങളും കൂടെ പറയാം. ഹിന്ദുയിസത്തില് ഇതേ കഥയുണ്ട്. മനു എന്ന് പറയുന്ന ആള്. മനു ആരാണെന്ന് അറിയാവോ? ഹി ഈസ് ദ ഫസ്റ്റ് മാൻ. മാൻ എന്ന് പറയുന്ന വാക്ക് തന്നെ സംസ്കൃതത്തിൽ നിന്ന് മനു എന്ന വാക്കിൽ നിന്നാണ് വന്നത്. ആ മനു തന്നെയാണ് മലയാളത്തിൽ മനുഷ്യൻ എന്നായത്. സോ മനു ഈസ് ദ ഫസ്റ്റ് ഹ്യൂമൻ ബീങ് ഓൺ എർത്ത്. മനുവിന് മുന്നേ പല രീതിയിലുള്ള ക്രീച്ചേഴ്സ് ഉണ്ടെന്നും ഹിന്ദുസത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ക്രീച്ചേഴ്സിന്റെ പേരെന്തൊക്കെയാ അറിയാവോ? ഗന്ധർവാസ്, അപ്സരാസ്, നാഗാസ്, ചൂരാസ്, അസുരാസ്, ദേവാസ്, ഇതുപോലുള്ള 1000കണക്കിന് പേരുണ്ടായിരുന്നു. ഞാൻ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുവെ വിശ്വസിക്കുന്ന ആളല്ല. ബട്ട് ദ മോർ ഐ തിങ്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഇപ്പം അക്കോർഡിംഗ് ടു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിയന്ത്രതാൽസ്, ഓസ്ട്രലോപിത്തേക്കാസ്, ഹോമോ ഇറക്ടസ്, ഹോമോ എന്തോ നാപ്ലിംസ്, കുറേ ഉണ്ട് അങ്ങനെ. ഇതിനകത്ത് എല്ലാം ഹോമോ സേപ്പിയൻസ് ആണല്ലോ നമ്മളിപ്പം. ഹോമോ സേപ്പിയൻസിന് ഇതിനെ ഒന്നും കോമ്പീറ്റ് ചെയ്യാൻ ദി ബെറ്റർ, ഏറ്റവും ബിഗർ ബ്രെയിൻസ് നമുക്കല്ലായിരുന്നു. ഓസ്ട്രലോപിത്തേക്കസിനായിരുന്നു കമ്പാരിറ്റീവ്ലി. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫിസിക്ക് നമുക്കല്ലായിരുന്നു. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വിഷൻ, ഐസൈറ്റ്, എൻഡ്യൂറൻസ് ഒന്നും ഹോമോ സേപ്പിയൻസിനല്ലായിരുന്നു. പക്ഷേ ഇവർക്കൊന്നുമില്ലാത്ത ഒരു സ്പെസിഫിക് ഏലിയൻ DNA ട്രൈറ്റ് ഉണ്ട്. ഹൗ ഡിഡ് ദാറ്റ് കം? വി ഡോണ്ട് നോ. ആർക്കും അറിയത്തില്ല.
ആർക്കും അറിയത്തില്ല. ആ ഒരു സ്പെസിഫിക് ഏലിയനാ പക്കായിട്ട്. കാരണം ആ ഒരു DNA ട്രേറ്റ് വേറെ ഒരു ആനിമൽസിനും ഒരു മാമലിനും ഇല്ല. ആ ഒരു DNA ട്രേറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത് തോന്നുന്നത്. ആ ഏലിയൻ ട്രേറ്റ് അല്ല ആ DNA ട്രേറ്റ് എവിടെ നിന്നെന്ന് വെച്ചാൽ സീറോ ആൻസേഴ്സ്. ഐ ഡു ബിലീവ് ഞാൻ ഇപ്പം ഇവിടെ നിന്ന് സംസാരിക്കുന്ന മില്യൺസ് ഓഫ് ഇയേഴ്സിനകോ ഒരു ബയോജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ എക്സ്പീരിയൻസ് ഭാഗമായിരുന്നു. 100%, 100% ഗൈസ്. അത് നമ്മുടെ ജങ് DNA കഥയെല്ലാം നമുക്ക് പറയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ അത് ഞാൻ പറയാം. അപ്പൊ ഈ മനുവിന്റെ കഥയില്ലേ, ഈ മനുവിന്റെ കഥയിൽ വേറൊരു കാര്യങ്ങളുണ്ട്. ഈ മനുവിന്റെ ബോട്ടിനകത്ത് മനുഷ്യന്റെ ഇണയും പിന്നെ വേറെ 2 സാധനങ്ങളുണ്ട്, 7 സേജസും പിന്നെ ദ സീഡ്സ് ഓഫ് ലൈഫ്. സപ്തഋഷികൾ, ദ 7 സേജസ്. ഈ 7 സേജസ് ആണ് ഈ ഫ്ലഡ് കഴിഞ്ഞ് രക്ഷപ്പെട്ടതിന് ശേഷം ലോകത്തെ 7 കോണ്ടിനെന്റുകളിലോട്ട് പോയി അവർക്ക് എല്ലാവർക്കും ആഹാരം വെക്കാനും അഗ്രികൾച്ചറും ബാക്കി സർവൈവേഴ്സിന് ഈ ഇപ്പം 7 സേജസ് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഈ 7 സേജസ് 7 സ്ഥലത്തോട്ട് പോയി. ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നത് thousands of years ago ആണ്. There are 7 dominant humanoids living here right now on earth. ആഫ്രിക്കാനോസ്, നമ്മുടെ ചൈനീസ് ആളുകൾ, കൊക്കേഷ്യൻ, പിന്നെ ദ ടോൾ വൈറ്റ്സ്, പിന്നെ ചിങ്കികൾ, ഇന്ത്യക്കാര്, അറബുകൾ. ഇതുപോലെ 7 ഡോമിനന്റ് ആളുകളുണ്ട്. ഞാനും ഇവനും ഇന്ത്യക്കാരാന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അതേസമയം ഇവിടെ ഒരു ചൈനക്കാരനും ഇവിടെ ഒരു ആഫ്രിക്കക്കാരനും ഇരുന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇന്ത്യക്കാരാന്ന് നിങ്ങൾ പറയത്തില്ല. ഈ തിയറി ഈസ് മോർ കൺവിൻസിംഗ് ദാൻ എവല്യൂഷൻ. ബ്രോ, എവല്യൂഷനെ പറ്റി പറയില്ല, അത് ഡാർവിൻ ചുമ്മാ പറഞ്ഞതാ. ഡാർവിന് പോലും അറിഞ്ഞുകൂടായിരുന്നു. ഡാർവിനോട് എവല്യൂഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത്ര ഡൈവേഴ്സിറ്റി വരത്തില്ല. മാത്രമല്ല ക്രോമസോമിന്റെ എണ്ണം, DNA അത് മാത്രമല്ല നമ്മൾ ഭൂമിയിൽ ഉണ്ടായി ഇത്രയും മില്യൺസ് ഓഫ് വർഷം ഉണ്ടായി എവോൾവ് ചെയ്ത ഒരു ഏറ്റവും അടിപൊളി സ്പീഷീസ് ആണെന്നാണ് മനുഷ്യരെ പറ്റി പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാവോ? വെയിലടിച്ചാൽ ക്യാൻസർ വരുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ, മനുഷ്യൻ. ഈ സൂര്യന്റെ താഴെ നമ്മൾ കിടന്ന് ഇവോൾവ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്? അഡാപ്റ്റ് ആവുക. അഡാപ്റ്റായി ഇവോൾവ് ആയി വന്ന നമ്മള് ഇത്രയും പെയിൽ സ്കിന്നും സൂര്യൻ അടിച്ച ക്യാൻസർ വരുന്ന ഒരു ജീവി ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലോകത്ത് വേറെ ഒരു സ്പീഷീസും ഇല്ല. അവർക്കെല്ലാം ഒന്നെങ്കിൽ UV കോട്ടഡ് സ്കിന്ന് കാണും, അല്ലെങ്കിൽ UV റേസ് റിഫ്ലക്ട് ചെയ്യുന്ന ഫർ കാണും. മനുഷ്യർക്ക് മാത്രം അതല്ല. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ദ സിംഗിൾ മോസ്റ്റ് ഗ്രേറ്റസ്റ്റ് എവിഡൻസ് അഗെയിൻസ്റ്റ് എവല്യൂഷൻ. അത് പോട്ടെ. അപ്പത്തേനും ഈ 7 സേജസ് വന്നു. 7 സേജസ് ഓരോ സ്ഥലത്ത് പോയി സ്റ്റാർട്ട് ചെയ്തു. ഈ 7 സേജസ് പോയി ഓരോ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതർ 7 സേജസ് ആർ ഡിഫറെന്റ് പീപ്പിൾ ഓർ ചെന്ന സ്ഥലത്തെ ആളുകൾ സ്പീഷീസ് ഡിഫറെന്റ് ആയിരിക്കാം. അതുകൊണ്ടാണ് ഇത്ര ഡിവേഴ്സിറ്റി വന്നത്. ഞാൻ പറഞ്ഞ 7 സിസ്റ്റേഴ്സിന്റെ അത് അറിയോ? ഇല്ല. ഗ്രീക്ക് മിത്തോളജി. എക്സാക്ട് സെയിം തിങ്. ബോട്ട് ഇതിനകത്ത് സേജ് ആണെങ്കിൽ അതിനകത്ത് 7 പെണ്ണുങ്ങൾ. ഗൈസ്, ഇതാ നമ്മൾ പറയുന്നത്. നമ്മൾ ഇതിനെ പറ്റി ഓരോന്ന് ഡിസ്കസ് ചെയ്ത് വരുമ്പോഴും ഓരോ കണക്ഷൻസ് കൂടി വരും. ഇത് കഴിഞ്ഞിട്ട് ഇത് നടന്നത് ഹിന്ദുയിസം സെൻട്രൽ ഏഷ്യയിലാണ്. മറ്റേ ആദ്യം പറഞ്ഞ ഉദ്നപിഷ്ടമൊക്കെ നടക്കുന്നത് മെസ്സപ്പൊട്ടേമിയ, ഇറാൻ സ്ഥലത്താണ്. ഇത് രണ്ട് സ്ഥലത്താണ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചൈനയിൽ ഗാങ് യു ഫ്ലഡ് എന്ന് പറഞ്ഞ ഫ്ലഡ് ഉണ്ട്. ഈ ഫ്ലഡ് എന്തിനാ അറിയാവോ? ലോകം മുഴുവൻ അലങ്കോലമായതിനു ശേഷം എർത്ത് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ലോകത്തെ രാജാവ് ഫ്ലഡ് ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരു സേജ് ദൈവം വിട്ടു. ഇതാണ് ചൈനയിലെ കഥ. അപ്പോൾ മെസ്സപ്പൊട്ടേമിയായി, ഇന്ത്യയായി, ചൈനയായി. ഇനി ഞാൻ വേറൊരു കഥ പറയാം. ദ ഇൻകാസ്. ഇൻകാസ് എന്ന് പറയുമ്പോൾ ഏകദേശം മെക്സിക്കോ ഇരിക്കുന്ന ആ സ്ഥലമാവാം. ഇൻകാസിന്റെ കഥയിൽ വിരാക്കോച്ച എന്ന് പറയുന്ന ഒരാള്, അവിടെ ഉദ്നപിഷ്ടം, ഇവിടെ മനു അല്ലെങ്കിൽ നോവ, ഇവിടെ വിരാക്കോച്ച എന്ന് പറയുന്ന ആള് മാത്രമാണ് ഫ്ലഡ് രക്ഷപ്പെട്ടത്. അതും ദൈവം എന്ന് പറഞ്ഞിട്ട്. വിരാക്കോച്ചയുടെ കൂടെയും ആനിമൽസും അവന്റെ പെറ്റ്സും ഇണയും ഉണ്ടായിരുന്നു കഥയില്. ഇനി അടുത്ത കഥ ഓസ്ട്രേലിയ കഥ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഫുള്ള് വെള്ളവും ഒരു ഫ്രോഗ് വന്ന് കുടിച്ചു തീർക്കുക. ദിസ് ഓൾസോ ഇസ് ഹാപ്പനിങ് 10,000 to 20,000 years ago. ഒരു ഫ്രോഗ് വന്ന് ഫുള്ള് കുടിച്ചു തീർക്കുക. എന്നിട്ട് ഈ ഫ്രോഗ് ഈ വെള്ളം ഫുള്ള് വെളിയിലോട്ട് വിടുക, ഛർദ്ദിക്കുക. അങ്ങനെ ഛർദ്ദിച്ച് ഈ ലോകം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലിഡാലിക് എന്ന് പറയുന്ന ഒരാളോട് ദൈവം വന്നിട്ട് പറയും, നിനക്ക് ഞാൻ ഒരു കപ്പൽ തരാം, നീ അതിൽ നിന്റെ ഇണയമായിട്ട് കയറിയിരിക്ക്,
എന്നിട്ട് ബാക്കിയുള്ള ആനിമൽസ് നിന്റെ അടുത്തേക്ക് വന്നോളും, നീ വരുന്നവരെയും കൂടെ കയറ്റിയേക്ക്. ഇതാണ് ഓസ്ട്രേലിയയിലെ കഥ. ഇനി അപ്പം നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞു വന്ന്, സോറി, അമേരിക്കയിലും കൂടെ കഥയുണ്ട്. അമേരിക്കയിലെ നേറ്റീവ് അമേരിക്കൻ കഥയാണ്. ഒയ്ബേ എന്ന് പറയുന്ന ആളുകളുടെ കഥയാണ്. ഒയ്ബേയുടെ പറയുന്ന ആളുകൾ നാനാബോജോ എന്ന് പറയുന്ന ആള്, ഉറ്റ്നപിഷ്ട, നോവ, വിരാക്കോച്ച, നാനാബോജ വന്ന് ലോകത്തിലെ, അവര് പറയുന്നത് സെൻട്രൽ ഏഷ്യയിലാണ് അവരുടെ ദൈവങ്ങൾ ഇരുന്നതെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു എന്നറിയില്ല. ചിലപ്പോൾ ഇന്ത്യയിലെ അടുപ്പിച്ചുള്ള ആളുകളാണ് ഇവരുടെ ദൈവം എന്ന് പറയുന്നതിന് എവിഡൻസ് ഉണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെസപ്പൊട്ടേമിയയിലും നമ്മുടെ സെൻട്രൽ അമേരിക്കയിലും ഒക്കെ ആളുകൾ ദൈവങ്ങൾ എന്നൊക്കെ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ഗോഡ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഫ്ലൈയിങ് വെപ്പണിലൊക്കെ പോയത്, ദേ കുഡ് ബി റെഫറിങ് ടു ഇന്ദ്ര ആൻഡ് ഹിസ് ഗ്യാങ്. ബിക്കോസ് ഫ്ലൈയിങ് വെഹിക്കിൾസ് ഏറ്റവും ആദ്യമേ ഉണ്ടായത് വെച്ച് എവിഡൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ സെൻട്രൽ ഏഷ്യ, ഇന്ദ്രസ്ഥാനം ഓർ ന്യൂഡൽഹി ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. ന്യൂഡൽഹി എന്തുകൊണ്ട് നമ്മുടെ ക്യാപിറ്റലായിട്ട് എടുത്തു എന്നൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്യുക. ഇറ്റ് ഹാസ് കണക്ഷൻസ് ടു ഇന്ദ്ര ആൻഡ് ഹിസ് ഇന്ദ്രപ്രസ്ഥ. കോർഡിനേറ്റ് വൈസ്, ജസ്റ്റ് എ തിയറി, യു ഡു യുവർ റിസർച്ച് ആൻഡ് യു വിൽ ഫൈൻഡ് തിങ്സ്. അപ്പോ പിന്നെ നമ്മളിപ്പോ പേടകവും ആർക്കും എല്ലാം റിലേറ്റ് ചെയ്തു കഴിഞ്ഞു. ഹു ആർ ദ ഗോഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. സെൻട്രൽ ഏഷ്യയിൽ നമ്മൾ പറയും ഈ ഇൻകാസ്, പിന്നെ അതുപോലെ കുറച്ച് ആളുകളുണ്ട്, ആസ്ടെക്സ്, മായൻസ് എന്നൊക്കെ ഇട്ടുണ്ട്. ഈ ഇൻകാസും മായൻസും ഒക്കെ അവരെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററി കൂടെ അറിയത്തുള്ളൂ. ഈ മായൻസിന്റെ ഹിസ്റ്ററി കൂടാണ് നമുക്ക് ആസ്ടെക്സ് എന്ന് പറയുന്ന ഒരാളെ അറിയാവൂ. വി ഡോണ്ട് നോ വാട്ട് ദേ ആർ. പക്ഷെ ഈ മായൻസ് അവരെ ആസ്ടെക്സ് എന്നാണ് വിളിച്ചേക്കുന്നത്. ഈ ആസ്ടെക്സിന്റെ കഥ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫ്ലഡ്, ഡെലൂജ് ലോകത്തുണ്ടായി. അത് കഴിഞ്ഞ് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് പറക്കുന്ന പേടകത്തിൽ ഒരു സേജ് വന്നു. ആ സേജ് വന്ന് നമുക്ക് അഗ്രികൾച്ചർ, നമുക്ക് ടെക്നോളജി ഇതെല്ലാം തന്നിട്ട് പുള്ളി തിരിച്ചുപോയി വർഷങ്ങൾക്ക് ശേഷം. ആ ആളാണ് ആസ്ടെക്സ് എന്ന് പറയുന്ന ആളുകൾ. ഇനി നമ്മുടെ നാട്ടിൽ വേറൊരു കഥയുണ്ട്. ഒരു മുനിയുണ്ട്. ആ മുനി അഗസ്ത്യ മുനി എന്ന് പറയും. അഗസ്ത്യ മുനി പണ്ട് ദൈവം പറഞ്ഞിട്ട് ലോകത്തിന്റെ പല കോണില് ഒരു കോണില് അറിവ് പകർന്നു കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അഗസ്ത്യ മുനി പോയി അവിടെ ഉള്ള സെൻട്രൽ അമേരിക്കയിലെ ആളുകൾക്ക് അരിവെക്കാനും കൾട്ടിവേഷനും അറിവും നോളജും എല്ലാം പകർന്നു കൊടുത്ത് തിരിച്ചു വന്ന് നമ്മളുടെ കേരളത്തിന്റെ അവിടെ ഉള്ളൊരു പാറയിലൊക്കെ വന്നിട്ടുണ്ടെന്നൊരു കഥയുണ്ട്. സോ ദേ കുഡ് ബി റെഫറിങ് ടു അഗസ്ത്യ. ആസ്ടെക്സും അഗസ്ത്യയും തമ്മിൽ ഭയങ്കര നോളജും കണക്ഷൻസും ഉണ്ട്. അത് മാത്രമല്ല, അവര് പറഞ്ഞ ആള് വന്നതും സെൻട്രൽ ഏഷ്യ എന്നാണെന്ന്. അഗസ്ത്യൻ അതേസമയം പഠിപ്പിക്കാൻ പോയിട്ടുമുണ്ട്. മറ്റേ ഇവർക്ക് ആളെ കിട്ടുകയും ചെയ്ത് ഇവിടുന്ന് ആള് പോയിട്ടുമുണ്ട്. രണ്ടുപേരുടെ പേര് വന്ന ഇത് രണ്ടും എഴുതിയും വെച്ചിട്ടുണ്ട്. ആൻഡ് ബോത്ത് ദീസ് ആർ ഹാപ്പനിങ് സെയിം ടൈം ലൈൻ, ഓഷ്യൻസ് അപ്പാർട്ട്. സെയിം ടൈം ലൈൻ ആൻഡ് ഓഷ്യൻസ് അപ്പാർട്ട്. സോ അയാൾ ഇവിടുന്ന് പോണമെങ്കിൽ തന്നെ ഇറ്റ് ടു ടേക്ക് എ ലൈഫ് ടൈം. അന്ന് നമ്മൾ പറഞ്ഞ കണക്ക് നടക്കാനാണെങ്കിൽ 3000 വർഷം എടുക്കും ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ. അവര് പറഞ്ഞത് ഏതാ? പറക്കുന്ന തളികെ വന്നിറങ്ങിയെന്നാ. ഗൈസ്, ഒന്നും അറിഞ്ഞുകൂടാ. നമ്മളെയൊക്കെ ഡെലിബറേറ്റ് ആയിട്ട് നമ്മളുടെ ഹിസ്റ്ററിയിൽ നിന്ന് മാറ്റി വെപ്പിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ NCERT. നമ്മുടെ ഇന്ത്യയിലെ ഹിസ്റ്ററി, നമ്മുടെ ഇന്ത്യയുടെ പൊളിറ്റിക്സും പഠിക്കാൻ എന്തിനാ അമേരിക്കൻ സിലബസും ഇംഗ്ലണ്ട് സിലബസുമായ NCERT? നമ്മുടെ NCERT എന്തിനാ? നമുക്ക് ഇതൊക്കെ ചോദ്യം ചെയ്യാനുള്ള സമയം ആയിക്കഴിഞ്ഞു. ഇതുപോലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ മനസ്സിലാവും NCERT ഈസ് ദ സിംഗിൾ മോസ്റ്റ് വില്ലൻ ഫോർ അവർ ഇന്ത്യൻ ചിൽഡ്രൻ. ഞാൻ വേറെ കാര്യം ചോദിച്ചിട്ട്, കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് അനുനാക്കീസ്. ഓക്കെ, യാ. സി, നമ്മളിപ്പോ ഈ ഗോഡ്സ്, ഡെമി ഗോഡ്സ് എന്നൊക്കെ പറയുന്നില്ലേ, ഈ തുടക്കത്തിൽ എപ്പിക് ഓഫ് ഗിൽഗമേഷിനകത്ത് ഒരു 7 സ്റ്റോണിനകത്ത് കൊത്തി വെച്ചേക്കുന്ന കഥയാണ്. അതിനകത്തൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ആ കഥയ്ക്കകത്ത് പറഞ്ഞേക്കുന്നത്, എവിടുന്നോ വലിയ പേടകത്തിൽ നിന്ന് വലിയ മനുഷ്യര് നമ്മുടെ നാട്ടിൽ വന്നിറങ്ങുന്നു. സെയിം സ്റ്റോറി എവരിവെയർ ഗൈസ്. ആ വലിയ മനുഷ്യർക്ക് നമ്മുടെ നാട്ടിലെ ഒരു മഞ്ഞക്കല്ല് വേണം, ദ ഗോൾഡ്. ആ മഞ്ഞക്കല്ല് എന്തിനാന്ന് അതിൽ എഴുതി വെച്ചേക്കുന്നത് പറഞ്ഞാൽ,
അവർക്ക് ശുദ്ധികലശം നടത്താൻ അവരുടെ നാട്ടിൽ. ഇത് ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ സെയിം സ്റ്റോറി. ശുദ്ധികലശം അവരുടെ നാട്ടിൽ നടത്താനാ. അവരുടെ നാടെന്നാ അല്ല, അവരുടെ പ്ലാനറ്റ്, അവരുടെ സ്ഥലത്ത് ശുദ്ധികലശം നടത്താനാ. അപ്പൊ അവർ വന്നതിൽ അവരുടെ കൂട്ടത്തിൽ കുറെ അടിമകളും ഉണ്ടായിരുന്നു. അടിമകളെ പണിയെടുക്കുന്ന വർക്കിംഗ് റേറ്റ്സ്, ഇജീജീസിനെ കൊണ്ടുവന്നപ്പം ഒരു പ്രശ്നം പറ്റി. ഇപ്പം അവരുടെ നാട്ടില്, അവരുടെ നാടെന്ന് ഉദ്ദേശിച്ച അവരുടെ പ്ലാനറ്റില് ഈ ഗോൾഡിന് ഒരു പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ട്. ഗോൾഡ് വെൻ ഡിസ്പേഴ്സ്ഡ് ഇൻ ടു എയർ, അത് ഭയങ്കരമായിട്ട് എന്താ ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസും അതേപോലെ തന്നെ ഈ ഹാംഫുൾ ആയിട്ടുള്ള ഈ പൊടി, അഴുക്ക്, അവരുടെ അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് കണ്ടാമിനേറ്റഡ് ആയിപ്പോയി. അത് റീസ്റ്റോർ ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഭയങ്കരമായിട്ട് ഗോൾഡിനുണ്ട്. അപ്പൊ ഇവർ ഗോൾഡ് ഷ്രെഡ് ചെയ്ത് അവരുടെ അറ്റ്മോസ്ഫിയറിൽ വിടുക. അതിനകത്ത് അവരുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും എല്ലാം പറ്റും എന്ന് പറഞ്ഞാൽ അവരൊരു ഭയങ്കര അഡ്വാൻസ്. ഗോൾഡ് പാർട്ടിക്കിൾസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് വിട്ടു കഴിഞ്ഞാൽ ഇതിന് മറ്റേ ആൽഫ, ബീറ്റ, ഗാമ സാധനങ്ങളൊക്കെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ബാഡ് റേഡിയേഷൻസ് എല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കയറുന്നതിന് മുന്നേ തന്നെ തട്ടി വെളിയിലിടാൻ പറ്റും. എന്നിട്ട് ഇതേ സാധനം ആ ടെക്സ്റ്റിലുള്ള കാര്യമാണ്. ദാറ്റ് ടെക്സ്റ്റ് വാസ് റിട്ടൺ ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അഗോ. അപ്പോൾ അതിനകത്ത് എഴുതിയേക്കുന്നത്, എന്നിട്ട് മാത്രമല്ല ഈ പാർട്ടിക്കിൾ മതി, ഇത്രയും വെയിൽ മതി, വെയിൽ താന്നുമ്പോഴും ഇത് ആകാശത്തേക്ക് കിടക്കുമ്പോൾ ദേ ഹാഡ് ഡിവൈസസ് വിച്ച് കുഡ് അട്രാക്ട് ഓൾ ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഗൈസ്, ഗോൾഡ് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റലാണ്. അതിനെ അട്രാക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരും, എന്നിട്ട് സ്റ്റോർ ചെയ്യും. പിന്നെയും സോളാർ സ്റ്റോം വരുമ്പോൾ നമ്മൾ ഇതിനെ മുകളിൽ വിടും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് അവരുടെ പ്ലാനറ്റ് നിബൂരു എന്ന് കേട്ടിട്ടുണ്ടോ? പ്ലാനറ്റ് നിബീരു. അപ്പോൾ ആ പ്ലാനറ്റ് നിബീരുവിലാണ് ഈ അനുവും ആളുകളും ഒക്കെ ഉള്ളത്. ഈ ഗോൾഡ് അന്വേഷിച്ച് നമ്മുടെ പ്ലാനറ്റിൽ വന്ന് അവർ ഇജിജി എന്ന് പറയുന്ന കുറച്ച് ആളുകളെയും കൊണ്ടുവന്ന് നമ്മളവിടെ മൈനിങ് ഒക്കെ നടത്തി. പക്ഷെ ഇജിജിക്കാർക്ക് നമ്മുടെ പ്ലാനറ്റിലെ ഇജിജിക്കാർക്ക് നമ്മുടെ പ്ലാനറ്റിലെ വെയിലും നമ്മുടെ പ്ലാനറ്റിലെ ഗ്രാവിറ്റി ഒന്നും പറ്റുന്നില്ല. അങ്ങനെ അവരുടെ ഗോൾഡ് മൈനിങ് ഭയങ്കര സ്ലോ ആവുന്നു, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ് അവരുടെ അനുവിന്റെ പെങ്ങളാന്ന് തോന്നുന്നു, പെങ്ങൾക്കൊരു ഐഡിയ വന്നു. അനു എന്ന് ഉദ്ദേശിക്കുന്നത് എന്തു അറിയത്തില്ല, നമ്മുടെ ഒരു ഭരിക്കാൻ വന്ന ആൾക്കാരുടെ കിങ്. യെസ്, നമ്മളിപ്പോ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരാം നിങ്ങൾക്കെന്ന് വെച്ചാൽ, ഹിന്ദുയിസത്തില് ബ്രഹ്മാവ്, ക്രിസ്ത്യാനിറ്റിയില് അബ്രഹാമിക് റിലീജിയൻസിലെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ജൂയിസം, ഇതിലെല്ലാം അബ്രഹാമിക് റിലീജിയൻസ് എന്നാണ് പറയുന്നത്. ഇവരുടെ എല്ലാം അബ്രഹാം, കാരണം മനുഷ്യ പിതാവെന്ന് തന്നെ അവരെ വിളിക്കുന്നത്. നിങ്ങൾക്ക് ഓർത്തോ? ഇതിനെ ഞാൻ തെളിവ് തരാം. അപ്പോഴത്തേനും പുള്ളിക്കാരെല്ലാവരും കൂടെ ചേർന്ന് നോക്കിയപ്പോൾ കാണാം മരത്തിലൊക്കെ സുഖമായിട്ട് കാണാൻ കുറച്ച് പിള്ളേർ പോകുന്നു. ഇവരന്ന് എണ്ണീറ്റ് നടക്കാൻ പോലും വയ്യ, വെയില്, ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞ് പുല്ലെന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ കാണാം ഓടുന്നു, ചാടുന്നു, മരത്തിൽ കയറുന്നു, വെള്ളത്തിന്റെ മണ്ടയിൽ കൂടെ ഓടുന്നു, മണ്ടയിൽ കയറിയിരിക്കുന്നു, തൂങ്ങുന്നു. ഏതാ? കുറച്ച് കുരങ്ങന്മാര്. ഇത് ഞാൻ പറഞ്ഞ കഥയല്ല, ഇത് കൊത്തി വെച്ചിട്ടുള്ള കഥയാ. ഈ കുരങ്ങന്മാരെ പറ്റി പറയുന്നത് ഉമാര് മരത്തിൽ കയറി ചാടുന്നു എല്ലാം. എപ്പിക് ഓഫ് ഗിൽഗമേഷിലും ബുക്ക് ഓഫ് ഈനോക്കിലും എല്ലാം പറയുന്ന കഥയാണ്. അപ്പോ ഇവര് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇതെല്ലാം അനുവിന്റെ അനിയത്തിയാണ്. അനു എന്ന് പറഞ്ഞാൽ എബ്രഹാം ഓർ അബ്രാം. അങ്ങനെ സജസ്റ്റ് ചെയ്യുക, ഇവർക്കൊരു ചെറിയൊരു DNA ട്വീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവന്മാരെ പണിയെടുപ്പിച്ചു. യെസ്, ദീസ് ഗൈസ് ആർ ഏബിൾ ടു ട്രാവൽ ഇൻ സ്പേസ് ത്രൂ പ്ലാനറ്റ്സ്. അതിന് ഇവർ പ്ലാനറ്റ് വരുന്ന വഴി ഇവിടെ ഒരു കഥയുണ്ട്. ഈ ബുക്കിൽ എഴുതി വെച്ചേക്കുന്ന ഒരു കഥ എന്ന് പറഞ്ഞാൽ, ഇവർ പ്ലാനറ്റ് നിബീരു ഈസ് ഫാർ അവേ ഫ്രം സൺ. ഞാൻ കേട്ടില്ല അടുത്ത 4000 കൊല്ലത്തെ അവർ വീണ്ടും 3600 കൊല്ലം, എവറി 3600 years ago they travel very close to us. അപ്പോൾ ഈ അടുത്ത് വരുമ്പോഴാണ് ഇവർ ഈ ഇന്റർ പ്ലാനറ്ററി ട്രാവൽ നടത്തുന്നത്. സോ ദേ ക്യാൻ ഓൺലി വിത്ത് മിനിമൽ ഫ്യൂവൽ അവർക്ക് അടുത്തെത്താം. അപ്പോൾ ഓരോ വട്ടം അടുത്തെത്തുമ്പോഴും ലോകത്ത് ഭയങ്കര കാറ്റസ്ട്രോഫിക് ചേഞ്ചസ് വരും. കാരണം ഇവർ പറയുന്നത് ജൂപ്പിറ്ററിനെക്കാട്ടിയും വലിയ പ്ലാനറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം കഴിഞ്ഞ വട്ടം ഇവരെല്ലാം വന്നു, ഇത് പോയി, ഭൂമിക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പോയി. അപ്പൊ ഇവർ പറയുന്നത്, ആ ബുക്കിനകത്ത് എഴുതിയേക്കുന്നതാണ്, ഇവർ ആദ്യത്തെ പ്ലാനറ്റ് കഴിഞ്ഞു, സോളാർ സിസ്റ്റത്തില് രണ്ടാമത്തെ പ്ലാനറ്റ് കഴിഞ്ഞു, മൂന്നാമത്തെ പ്ലാനറ്റ് കഴിഞ്ഞു, വലിയ ഇത് ചന്ദ്രന് 80 എത്ര മൂണുണ്ട് എന്നൊക്കെ ആ ബുക്കിൽ എഴുതി വെച്ചേക്കുക. എന്ന് പറഞ്ഞാൽ ബുക്കിൽ എഴുതിയേക്കുന്നത് ജൂപ്പിറ്റർ ഹാസ് 84 മൂൺസ്. അങ്ങനെയല്ല, അവിടെ ഞങ്ങൾ ജുങ്കനെ കണ്ടു, ജുങ്കന് 84 ഭാര്യമാരുണ്ടായിരുന്നു, 84 ഭാര്യമാരെ ഇവന് ചുറ്റും കറങ്ങുന്നു, അതിനകത്ത് ഒരു ഭാര്യ ഇച്ചിരി മാറിയാണ് നിന്നത്. വി ഹാവ് ടു മേക്ക് ദ കണക്ഷൻസ്. അത് കഴിഞ്ഞ് ഇവർ പറയുന്നു, പിന്നെയും ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ദ ഹാമേർഡ് ബ്രേസ്ലെറ്റ് കണ്ടു എന്ന് പറഞ്ഞാൽ വലിയൊരു ബ്രേസ്ലെറ്റ്. പക്ഷെ അത് അടിച്ച് പൊടിച്ചിട്ടേക്കുക, മൊത്തം കല്ലുകൊണ്ട് നടന്നതാണ്. ഗൈസ്, ജൂപ്പിറ്റർ കഴിഞ്ഞ് എർത്തിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് വേറൊരു സാധനമുണ്ട്, ദ ആസ്ട്രോയിഡ് ബെൽറ്റ്.
It is covered with asteroids. And this was referred in a book that was tens of thousands of years ago. ഹാമേർഡ് ബെൽറ്റ് ഇത് ഇവരെങ്ങനെയാ പോയെന്നറിയാമോ? ഇവരുടെ ഫ്യൂവല് വെള്ളം വെച്ചാണ് കപ്പൽ ഫ്യൂവൽ ചെയ്തത്. എന്നിട്ട് ഈ വെള്ളം വെച്ച് തന്നെ ഇവർ നാവിഗേറ്റ് ചെയ്ത് വന്നു മാർസിന്റെ അവർ പറയുന്നത് ലൂമറോ എന്തോ ഒരു പേരാ. മാർസിന്റെ അവിടെ എത്തിയപ്പോൾ അവർക്ക് ഫ്യൂവല് തീരാറായി. എന്നിട്ട് അവർ ഒത്തിരി വർഷം എടുത്തിട്ടാണ് മാർസിൽ നിന്ന് എർത്തിലോട്ട് വന്നത്. അങ്ങനെ എർത്തിൽ വന്ന് എർത്തിന്റെ പേരെന്താ അറിയാവോ? കീ വൈ the Anunnakis or your Abraham or our Brahma called earth key. Gold. I don't know why it is called key, but എർത്തിന്റെ പേര് അവരുടെ സ്ക്രിപ്റ്റേഴ്സിൽ കീ എന്നായിരുന്നു. ആൻഡ് അവർ വന്നു, ഇതെല്ലാം ചെയ്തു. ഗോൾഡ് അതാണ് പറയുന്നത്, ഈ ജിജിയെ കൊണ്ടൊക്കെ ഗോൾഡ് പണിയിപ്പിക്കാൻ നോക്കി, നടക്കുന്നില്ല. അപ്പോൾ കുരങ്ങന്മാരെ കണ്ടെന്നിട്ട് കഥയിലുണ്ട് ആദ്യത്തെ 8 ട്രൈയും ഫെയിലായി. കുരങ്ങിന് ഒരു കൈയില്ല, ചിലതിന് ഫറുണ്ട്, ചിലതിന് 2 തല, പക്ഷെ ഒരു കണ്ണ്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്ന അവസാനം 10ാമത്തെ കുഞ്ഞാണ് ജനിച്ചത്. ദ പെർഫെക്റ്റ് ഹ്യൂമൻ, ഫറില്ല, ഹോമോസേപ്പിയൻ, ആഡം അല്ലെങ്കിൽ മനു, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അപ്പോ ഈ വന്ന അനുവിന്റെ ആൾക്കാരാവാം നമ്മൾ നേരത്തെ പറഞ്ഞ വാച്ചേഴ്സ് ആവാമെന്നേ ഉള്ളൂ. അനു ഇപ്പോഴും വന്നിട്ടില്ല. അനു നിബൂരുവിൽ ഇരുന്ന് മറ്റേ ചെയ്യട ഗോൾഡ് കൊണ്ടുപോവാ എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. അപ്പോ ഈ ഇജിജീസിനെ ആയിരിക്കാം നമ്മൾ നേരത്തെ നെഫലീംസ് എന്ന് പറയുന്നത്. ഈ വന്ന ആളുകൾ ഈ ഇജിജീസ് ആയിരിക്കാം ഭൂമിയിലുള്ള കുരങ്ങന്മാരുമായിട്ട് ഇന്റർബ്രീഡ് ചെയ്തതോ എന്തെങ്കിലും ആലമ്പായതോ നമുക്കറിയത്തില്ല. അപ്പോ ഇങ്ങനെ മനുഷ്യനെ ഉണ്ടാക്കി ആ മനുഷ്യനെ ഇൻക്യുബേറ്ററിൽ വെച്ച് 6 മാസം വെച്ചു. 6 മാസം കഴിഞ്ഞ് ബേബി റെഡിയായി. ഇതെല്ലാം കഴിഞ്ഞ് ഈ ആളെ ഒരു തോട്ടത്തിലേക്ക് കൊണ്ടുപോവാണ്. തോട്ടത്തിൽ കൊണ്ടുപോയി ആഡമാവുന്നു, ആഡത്തിന്റെ കുഞ്ഞാവുന്നു, ആഡത്തിന്റെ പിന്നെ മേറ്റിനെ ഉണ്ടാക്കുന്നു. ആൻഡ് അവരതിനകത്ത് എഴുതിയിട്ടുണ്ട് ദേ വർ ഏബിൾ ടു ലിവ് ഫോർ thousands of years. ഈ ആഡത്തിന്റെ 7ഓ 8ഓ ജനറേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ നോവ വരുന്നത്. ഈ നോവ വരുമ്പോഴും ആഡം ജസ്റ്റ് ചത്തിട്ടോ അങ്ങനെ എന്താ ഉള്ളൂ. അത് ഇതിനകത്ത് പറഞ്ഞില്ല. ഗിൽഗമേഷ് പറഞ്ഞിട്ട് ഇവര് 1000 സെന്റിനിയൽ ബീയിങ്സ് ആയിരുന്നു ഈ വന്ന ഒരു അനുനാക്കീസിന് ഒത്തിരി. കാരണം അവര് പറയുന്നത് അവരുടെ പ്ലാനറ്റ് 3600 വർഷം എടുക്കും കറങ്ങി വരാൻ. നമ്മുടെ 365 ദിവസമേ ഉള്ളൂ. അവരുടെ അറൌണ്ട് 4000 ഇയേഴ്സ് എടുക്കും കറങ്ങി വരാൻ. അപ്പോൾ അവരുടെ ലൈഫ് സ്പാനും നമ്മളിപ്പോൾ വിചാരിക്കരുത് നമ്മളുടെ അതേ ലൈഫ് സ്പാനാണ് അവർക്കെന്ന്. നമ്മളുടെ ലൈഫ് സ്പാൻ ഇങ്ങനെ ആയിപ്പോയത് നമ്മളുടെ സൂര്യനുമായിട്ടുള്ള അടുപ്പവും ചന്ദ്രനുമായിട്ടുള്ള അടുപ്പവും വെള്ളവും കാര്യങ്ങളും ഒക്കെ വെച്ചാണ്. അവരുടെ അത് ഒരു വർഷം എന്ന് പറയുന്നത് നമ്മളുടെ എത്രയാ 3600 വർഷമാണ്. ഇതെല്ലാം റഫ് എസ്റ്റിമേറ്റ്സ്. യെസ്, ദീസ് ആർ റഫ് എസ്റ്റിമേറ്റ്സ്. അപ്പോൾ ഈ ആളുകൾ വന്നു പോയി, പിന്നെയും വന്നു പോയി. എന്നാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇവർ ഇനിയും വരും. 3600 വർഷം കഴിഞ്ഞ് ഇനിയും വരും എന്ന് പറയുന്നതിന് ഒരു ഗ്യാരണ്ടി ഉണ്ട്. എല്ലാ മതത്തിലും അതുണ്ട്. ഹിന്ദുസത്തിൽ അയാൾക്ക് കൽക്കി എന്നൊരു പേരുണ്ട്. കൽക്കി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ സൺ ഓഫ് ഗോഡ് അനുവിന്റെ മകൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിബിരുവിൽ നിന്ന് പുള്ളി വരും. മുസ്ലിങ്ങളുടെ ഇസ്ലാമിന്റെ മതത്തിലും അവരുടെ അവസാനത്തെ ആള് പേര് ഞാൻ മറന്നുപോയി, പുള്ളി വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാ അബ്രഹാമിക് റിലീജിയനിലും അവരുടെ മെസ്സായ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രോമിസ് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. വരുന്നതിൻ്റെ അന്ന് ജഡ്ജ്മെന്റും ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഭൂമിയെ രക്ഷിക്കാനല്ല വരുന്നത്, ഭൂമിയെ ജഡ്ജ് ചെയ്യാനാണ് വരുന്നത്. നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ ക്രോസ് ബ്രീഡ് ചെയ്തോ, നമ്മൾ വൃത്തികേടായോ, നമ്മൾ മറ്റേതായോ മറിച്ചേതായോ എന്ന് ചെക്ക് ചെയ്യാനാണ് അവർ വരുന്നത്. ക്രോസ് ബ്രീഡും വൃത്തികേടും കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജഡ്ജ് ചെയ്ത് കൊല്ലുമെന്നാണ് എല്ലാ ബൈബിളിലും എല്ലാ സ്ക്രിപ്റ്റേഴ്സിലും കൽക്കിയുടെ അടുത്തും പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ചില പ്രത്യേക വിഭാഗങ്ങൾ, എക്സാമ്പിൾ നാനായ, ജൂതന്മാർ, ദേ കീപ് ബ്ലഡ് ഇന്റഗ്രിറ്റി. ലോകത്തുള്ള ഏത് എലീറ്റ് ഫാമിലി എടുത്താലും, എലീറ്റ് ഫാമിലി മാത്രമല്ല, അറിവ് കൂടുതലുള്ള ഏത് ഫാക്ഷൻസിനെ എടുത്താലും ദേ ഡോണ്ട് ക്രോസ് ബ്രീഡ്. അവരൊരു സേക്രഡ് ബ്ലഡ് ലൈൻസ് ഇത് വെച്ചേക്കാണ്. എന്തിനാണ്? പുള്ളി 3600 വർഷം കഴിഞ്ഞ് മെസ്സായ തിരിച്ചു വരുമ്പോൾ ദേ വിൽ ചെക്ക്. ചിലപ്പോൾ അവർ ബയോളജിക്കൽ വെപ്പൺ ആയിരിക്കും വിടുന്നത്. ക്രോസ് ബ്രീഡ് ആയിട്ടുള്ള എല്ലാവരും തട്ടിക്കോളാൻ പറയും. നമുക്കറിയത്തില്ല. അപ്പോൾ ഇതുപോലെ ആളുകൾ എന്തിനാണ് നാനായക്കാർ അല്ലെങ്കിൽ ജൂതന്മാര് അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ മതം, ഇതൊക്കെ ആളുകൾ ബ്ലഡ് ലൈൻ കീപ്പ് ചെയ്യാൻ നോക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ല.
അച്ഛനും അമ്മയും പറഞ്ഞു ഞാനങ്ങ് ചെയ്യുന്നു. നോ, ഇതിനൊക്കെ റീസൺസ് ഉണ്ട്. പുള്ളിക്കാരൻ തിരിച്ചു വരും. മാത്രമല്ല പുള്ളിക്കാരൻ തിരിച്ചു വരുന്നതിനകത്ത് വേറൊരു കഥയുണ്ട്. ക്രിസ്ത്യാനിറ്റിയിലും ഹിന്ദുയിസത്തിലും ഇസ്ലാമിലും പറയുന്നത് പുള്ളിക്കാരൻ ഒരു വെള്ള കുതിരയിലാണ് തിരിച്ചു വരുന്നതെന്നാണ്. കൽക്കി എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരു ഹിന്ദു മച്ചാൻ വിത്ത് 6 feet ആൻഡ് പീക്ക് മെയിൽ ബോഡി കമ്മിങ് ഓൺ എ വൈറ്റ് ഹോഴ്സ് ആൻഡ് മെസായ കമ്മിങ് ബാക്ക് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വെള്ള കുതിരയെ വരുന്ന ഒരു ജീസസിനെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. അങ്ങനെ അവർ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് ഹി ഈസ് കമ്മിങ് ഇൻ എ വൈറ്റ് ഹോഴ്സ്. ഇനി ഇസ്ലാം മതത്തിൽ വരുന്ന അവസാനത്തെ ആളും നമ്മളെ ജഡ്ജ് ചെയ്യാൻ വരുന്ന ആളും വെള്ള കുതിരയിൽ ഒരു വാളുമായിട്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. വൈ വൈറ്റ് എന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് എവറി റിലീജിയൻ ഈസ് വെയിറ്റിംഗ് ഫോർ ദ സെയിം ഗൈ. There is no religion. റിലീജിയൻ എന്ന് പറഞ്ഞ ചുമ്മാ കളിപ്പീര. നിങ്ങളെ ഇത് ടാക്സ് വാങ്ങിക്കാൻ അമ്പലത്തിൽ നിന്ന് കാണിക്കാൻ ഇടുന്നു, പള്ളിയിൽ നിങ്ങൾ ഇടുന്നു, അമ്പലത്തിൽ മറ്റടുത്ത് നിങ്ങൾ മറ്റടുത്ത് കൊണ്ടിടുന്നു. ഇവർക്ക് കാശ് വേണ്ടേ, എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അതിനുവേണ്ടി പറയുന്നത് നിങ്ങൾക്ക് വെറുതെയാ. യഥാർത്ഥ റിലീജിയൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ ഒരു തട്ടം എടുത്തിട്ടാൽ ഞാൻ മുസ്ലിം ആവും. ഞാനൊരു എന്തുവാ പറയുന്നത് കൊന്ത വരച്ചാൽ ഞാൻ ക്രിസ്ത്യാനിയാവും. അതുകൊണ്ട് വെറുതെ ഇതിൻ്റെ ഒക്കെ പുറകെ പോയി ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് ഒരു കാര്യം കോൺക്രീറ്റ് ആയിട്ട് പറയാനുള്ളത്, മോർ യു റിസർച്ച് ആൻഡ് ഇന്റർലിങ്ക് ബിറ്റ്വീൻ മേജർ റിലീജിയനും അതേപോലത്തെ അവരുടെ ഹിസ്റ്റോറിക് ഇവന്റ്സും നിങ്ങൾക്ക് ഒരുപാട് സിമിലർ പാറ്റേൺസ് കാണാൻ പറ്റും. ടു ദ പോയിന്റ് യു ക്യാൻ സ്റ്റാർട്ട് ക്വസ്റ്റ്യനിങ് ദ ആക്ച്വൽ റിയാലിറ്റി വ്യൂ ആർ ഇൻ. പിന്നെ നിങ്ങൾ ഗ്രേറ്റ് ഡെല്യൂജ് സെർച്ച് ചെയ്യണം. ഞാൻ നേരത്തെ 5-6 എക്സാമ്പിൾ പറഞ്ഞു. ആ 5-6 എക്സാമ്പിളും ഓരോരോ കോണ്ടിനെന്റ്സിലാണ്. ഒരെണ്ണം ആഫ്രിക്കയിലാണെങ്കിൽ അടുത്തത് ഓസ്ട്രേലിയയിലാണ്, ഒരെണ്ണം ഓസ്ട്രേലിയയിലാണെങ്കിൽ അടുത്ത് ഇന്ത്യ, പിന്നെ അമേരിക്ക, പിന്നെ സെൻട്രൽ ഏഷ്യ. ഇവിടെ പലയിടത്തും ഒരേ കഥയാണ് എഴുതി വെച്ചേക്കുന്നത്. ആൻഡ് ഐ ഹാവ് ഡൺ മൈ റിസർച്ച് ആൻഡ് ഡു യു നോ ഹൗ മച്ച് ഫ്ലഡ് മിത്സ് ആർ ദെയർ ഓൾ അറൗണ്ട് ദ വേൾഡ് ടിൽ നൗ? ഇറ്റ്സ് 250+. ഓ ഷിറ്റ്, 250+ ഫ്ലഡ് മിത്ത്. ഇത് കറക്റ്റ് സോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. അടുത്ത 4000 വർഷം കഴിഞ്ഞിട്ട് അവർ വന്നാലും ഫ്ലഡ് എളുപ്പമാണ്. ഒരു ന്യൂക്കൊന്നിട്ട് ബോംബ് ചെയ്താൽ ന്യൂക്കൊന്ന് ഇട്ട് കഴിഞ്ഞാൽ മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. ഈ ഒരു ഇത്രയും വലിയ പ്ലാനറ്റ് നമ്മുടെ ഓർബിറ്റിന്റെ അടുത്തൂടെ വരികയാണെങ്കിൽ തന്നെ ഗ്രാവിറ്റേഷൻ വെച്ച് നമ്മുടെ പോൾ ഡിസ്ട്രപ്റ്റ് ആവുന്നതാവാം. അതുകൊണ്ടാണ് മെസ്സായയുടെ അടുത്ത വരവ് ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പ്ലസന്റ് വിസിറ്റ്, ഇറ്റ്സ് ദ ഡേ ഫോർ ജഡ്ജ്മെന്റ്. യെസ്, ദ ജഡ്ജ്മെന്റ് ഡേ എന്നാണ് അവർ മെസ്സായ വരുന്ന ദിവസത്തിന് പറയുന്നത്. ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, ബൈബിളിൽ എഴുതിയേക്കുന്നതാണ്. മെസ്സായ മൂന്നാമത് തിരിച്ചു വരുന്ന സമയം ഈസ് ദ ജഡ്ജ്മെന്റ് ഡേ ഫോർ എർത്ത്. സോ ഗൈസ്, ബാക്കി നമുക്ക് എപ്പിസോഡ് 2. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ വി വിൽ ഗോ ഡീപ്. ഇത് ഞങ്ങൾ ഏറ്റവും ബേസ് ലെവലല്ലേ പറയുള്ളൂ. നിങ്ങൾക്ക് ഞങ്ങൾ കൂടുതൽ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഇതെന്ത് മണ്ടത്തരവോ ഇതെന്ത് പൊട്ടത്തരവോ അത് വിചാരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ബേസ് ലെവലാണ്. ഞങ്ങൾ ഡീറ്റെയിൽസിലോട്ട് ഒന്നും പോയിട്ടില്ല. ഇപ്പൊ പറഞ്ഞത് കൂടുതൽ കുറച്ച് പറയാനും പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത് തന്നെ ചെയ്യും. കാണാൻ ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിലും ഡീപ്പായിട്ട് പോകും. വി നോ ടു മച്ച് അബൌട്ട് ദിസ്. ഐ നോ പീപ്പിൾ ദെയർ ആർ ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്. ലെറ്റ് us know. ഇത് ടു ഡെപ്തിലോട്ട് യു സ്റ്റാർട്ട് ക്വസ്റ്റ്യനിങ് ദ കോൺഷ്യസ്നെസ്. യെസ്, അതൊക്കെ ഇച്ചിരി സീനാ. അത്രയൊക്കെ നമുക്ക് എത്താൻ നോക്കാം. മാത്രമല്ല ഒരു ചെറിയ കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞതെല്ലാം നിങ്ങൾ മറന്നുപോയെന്നല്ലോ എനിക്കറിയാം. ഞാനും വീഡിയോ കാണുമ്പോൾ പോകും. നിങ്ങൾ ഫോൺ എടുത്ത് ഡോഗോൺ ട്രൈബ് എന്ന് ഒന്ന് സെർച്ച് ചെയ്യുക. ഡോഗോൺ ട്രൈബ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ ഒരു ചെറിയ സ്ഥലത്തുള്ള കുറച്ച് ട്രൈബൽ ആളുകളാണ്. അവരുമായിട്ട് നമ്മൾ കോണ്ടാക്ട് വെച്ചപ്പോൾ അവരുടെ നിന്നുള്ള ഇൻഫർമേഷൻ ചെറിയ ചട്ടിയും കല്ലുമൊക്കെ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, പണ്ട് നമ്മുടെ ലോകത്തോക്ക് വാച്ചേഴ്സ് വന്നു. അവരാണ് മെസ്സപ്പൊട്ടേമിയയിലും സെൻട്രൽ ഏഷ്യയിലും ആഫ്രിക്കയിലും ഇത് അഗ്രികൾച്ചറും ടെക്നോളജിയും എല്ലാം കൊടുത്തത്. അവർക്കന്ന് കൊടുത്തു, ഞങ്ങൾക്കന്ന് തന്നില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ സ്ക്രിപ്റ്റേഴ്സ് എഴുതി വെച്ചേക്കുന്നത്. അവരിപ്പോഴും മറ്റേ കമ്പൊക്കെ ഇട്ട് ചാടി പന്നിയേം കൊന്ന് തോലൊക്കെ കൊടുത്ത് നടക്കുന്ന ടീംസാണ്. പക്ഷെ അവർക്ക് ഇത്ര അറിയാം, സ്റ്റാർസിൽ നിന്ന് വന്നെന്നാ പറഞ്ഞത്. എവിടുന്നാ വന്നതെന്നറിയാവോ? സിറിയസ് സ്റ്റാർ സിസ്റ്റം. അവർ രാത്രി ചൂണ്ടിക്കാണിച്ചു ഈ സ്റ്റാർ സിസ്റ്റത്തിൽ നിന്നാ വന്നത്. അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾ ചുമ്മാ ചൂണ്ടിക്കാണിച്ച പറയുന്നോ, അവരുടെ സ്ക്രിപ്റ്റേഴ്സിൽ കോൺസ്റ്റലേഷൻ വെച്ച് സിറിയസ് സ്റ്റാർ സിസ്റ്റം എഴുതിയിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞു സിറിയസ് രണ്ടാമത്തെ കൂടിയാ വന്നത്, 1ലും 3ലും കൂടെ അല്ല വന്നതെന്ന്. അപ്പത്തേനും ഇവർ നോക്കി അതിന് സിറിയസ് 2 എണ്ണമല്ലേ മൊത്തത്തിലുള്ളൂ, ഇതേന്ന് 3 എണ്ണം. അതെന്തേലും പോട്ടെ, 2 എണ്ണം ഉണ്ടെന്നെങ്കിലും അവർ പറഞ്ഞല്ലോ, പോട്ടെ. എന്നിട്ട് സിറിയസ് സ്റ്റാർ സിസ്റ്റം ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഒരു 40 വർഷം കഴിഞ്ഞിട്ട് ആണ്
സയന്റിസ്റ്റുകൾ ഇപ്പോൾ 2024 2022 അങ്ങാണ്ട് ഇത് ചെയ്തു കഴിഞ്ഞു, സയന്റിഫിക്കലി പ്രൂവൻ ചെയ്ത് കഴിഞ്ഞു. സിറിയസ് 3 സ്റ്റാർ സിസ്റ്റം ഉണ്ട്, 3 സ്റ്റാറുകൾ സിസ്റ്റം ഉണ്ട്. അതിനകത്ത് മൂന്നാമത്തത് 10,000 വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റുന്നതെന്ന് മറഞ്ഞുപോയി. അപ്പോൾ ഇതിനു മുന്നേ 3 നേക്കഡ് ഐ കൊണ്ട് കാണാമായിരുന്നു. എന്നിട്ട് ഇവരോട് തിരിച്ചുപോയി ഇതെല്ലാം ചോദിച്ച് ഇവര് ചെന്ന് അവസാനം ഒരു ഇൻഫർമേഷനും കൂടി ഇവർ കൊടുത്തു. ഡു യു നോ വാട്ട് ദ സിറിയസ് സ്റ്റാർ സിസ്റ്റം ബി ഇൻ വിച്ച് ദേ ക്ലെയിംഡ് ദി ഏലിയൻസ് കെയിം ആൻഡ് ദി ഗോഡ്സ് ഓഫ് ദിസ് പ്ലാനറ്റ് ഫോഴ്സ് ദം ടു ഗോ ബാക്ക്. തിരിച്ചവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു എന്നാണ് പറഞ്ഞത്. The name of the planet they called was Potala. It's Potala. പാതാളമാവാം. സെൻട്രൽ അമേരിക്കയിലെ ഗോഡ്സ് വന്നെന്ന് പറഞ്ഞ അമേരിക്ക സ്ഥലത്ത് പിതാള എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് ഇവർ വന്നത്. ഹിന്ദു മിത്തോളജിയിൽ ഇത് ഡീമൺസ് താമസിക്കുന്ന ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാജിക്കും മന്ത്രവാദവും അറിയാൻ പറ്റുന്ന ഡീമൺസ് താമസിക്കുന്ന സ്ഥലമാണ് പാതാള. ആഫ്രിക്കയിൽ ഇത് പോർട്ടാള. എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ യു ഗൈസ് ഡു യുവർ റിസർച്ച്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറ, നമ്മൾ ഇതിന്റെ അടുത്ത എപ്പിസോഡ് ഡീപ്പായിട്ട് പോകും. ഇതുപോലൊന്നും അല്ല, ഇത് ഞങ്ങൾ ജസ്റ്റ് ടച്ച് ചെയ്ത് പോയതാണ്. അതിൻ്റെതായ പ്രശ്നങ്ങൾ ഈ വീഡിയോയ്ക്ക് ഉണ്ടെന്ന് അറിയാം. യു ഗൈസ് ലെറ്റ് us know. Guys, thanks for watching. Talk to you guys later. Bye.